സോ ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പതിപോലെ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ മൈൻഡ്ഫുൾനെസ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒത്തിരിയും തലങ്ങൾ ഇതിനുണ്ട്. ഈവൻ ഒരു ചെറിയ ശ്വാസത്തിൽ പോലും മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആ ഇഫക്റ്റ് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമ്മുടെ ഒരു പ്രോബ്ലമായിട്ടുള്ളൂ. സോ പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ മൈൻഡ്ഫുൾനെസ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെയും കുറേ കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഇളങ്കോ സാർ അതിനെക്കുറിച്ച് സംസാരിക്കും. സോ എല്ലാവരും ഈ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട ഇളങ്കോ സാറിനെയും. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ ഫോർ ഗിവിംഗ് മീ എൻ ഓപ്പർച്യൂണിറ്റി. കുറേ കാലത്തിന് ശേഷം നമ്മൾ ഒന്നുകൂടെ കൂട്ടായ്മയായി നമ്മൾ നോളജ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ബേസിക് തിങ്, ഞാൻ ഡിസ്ക്ലെയിമർ പറയാം, ഞാനൊരു വലിയ നോളജ് ഉള്ളവനൊന്നല്ല. ചെറിയ തോതിൽ വ്യത്യസ്തമായി ഒന്ന് നോക്കിയാൽ എങ്ങനെ എന്ന് ഒരു ആംഗിളിൽ നോക്കാൻ തുടങ്ങി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, പണ്ട് ഒരാൾ കുസൃതിയായിട്ട് എന്നിടത്തല്ല, ഞാൻ വായിച്ചതും ഞാൻ കേട്ടതുമാണ്. ഇപ്പോൾ ഒരു മഹാരാജ ഒരു ബിൽഡിങ്ങിന് ഫുള്ളും പ്രശ്നങ്ങളായിട്ട് വന്നപ്പോൾ ആ മഹാരാജയ്ക്ക് ഒരു ചെറിയ അസുഖമുണ്ട്. ആ അസുഖം മാറണമെങ്കിൽ ഇദ്ദേഹം പർട്ടിക്കുലർ കളറിനെ മാത്രമേ കാണാവൂ. ഗ്രീൻ കളറോ ബ്ലൂ കളറോ മാത്രം കണ്ടാൽ ഇദ്ദേഹത്തിന് കണ്ണിന് നോർമലായിരിക്കും എന്നുണ്ടെങ്കിൽ ഈ അസുഖങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട് എന്നാണ് ആ കഥ പറഞ്ഞു തരുന്നത്. അപ്പോൾ മഹാരാജ നേരെ മന്ത്രിയുടെ അടുത്ത് പറയും, എൻ്റെ ഈ പാലസ് ഫുള്ളും പച്ച കളറായിട്ട് കളറടിക്കുമെന്ന്. ഈ കളറടിച്ചാലും ചില പോയിന്റ്സിൽ പെർഫെക്റ്റ് ആയിട്ട് പച്ച കളർ വരാത്തതുകൊണ്ട് ചെറിയ ചെറിയ പുള്ളിയുടെ കണ്ണിലെ ഡിസ്റ്റർബൻസ് വന്ന് അതുകൊണ്ട് അസുഖങ്ങൾ വലിയതായിട്ട് കുറഞ്ഞില്ല. ഇങ്ങനെ ഇതിന് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഏറ്റവും ഒരു സിംപ്ലസ്റ്റ് ഒരു മനുഷ്യൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ ഇത്രയും പൈസ കളഞ്ഞത് ഈ മനുഷ്യന് വേണ്ടി? അല്ല, അത് രാജാവ് പച്ച കളറിനെ കണ്ടാൽ മാത്രമേ സമാനമായിരിക്കാൻ പറ്റുള്ളൂ, റെഡോ വേറെ കളറുകളൊക്കെ കണ്ട പ്രശ്നമാണ്. അന്ന് പറഞ്ഞു കൊടുത്തതെന്ന് സിമ്പിളറായിട്ട് ഒരു പച്ച കണ്ണാടി വാങ്ങിച്ച് ഇട്ട് കൊടുത്തിരുന്നാൽ കാര്യം തീർന്നില്ലേ എന്ന്. അപ്പം വെറും 100 രൂപയുടെ താഴെ ഉള്ളവർ പച്ച കണ്ണാടി വാങ്ങിച്ച് രാജായുടെ കണ്ണിലിട്ടിരുന്നാൽ ലക്ഷങ്ങൾ ചെലവേണ്ടിയല്ല, കുറേ പേർ അനാവശ്യമായിട്ട് പണിയെടുക്കേണ്ടിയല്ല, ഒന്നും ഇല്ലാതെ സിമ്പിളറായിട്ട് ചെയ്യാമെന്ന്. ദിസ് ഈസ് ദ വേ വി ഹാവ് ടു വർക്ക് എന്ന് ചില കാര്യങ്ങളിൽ മനസ്സിലാകാൻ തുടങ്ങി എനിക്ക്. മനോജ് സാർ, എങ്ങനെയുണ്ട് എൻ്റെ എക്സാമ്പിൾ? നല്ല എക്സാമ്പിൾ ആണ് സാർ. അതെ, മെനി ടൈംസ് നമ്മൾ എക്സ്ട്രോർഡിനറി ചിന്തിക്കുന്നതിന് പകരം സിമ്പിളറായിട്ട് ചിന്തിക്കുകയാണ്. ചില സമയങ്ങളിൽ ഞാൻ താങ്ക് യു മാം, തല പുണ്ണാക്കുന്ന സമയത്ത് ഐ സ്വിച്ച് ഓഫ് മൈ ബ്രെയിൻ ആൻഡ് തിങ്ക് 8th സ്റ്റാൻഡേർഡ് ലെവൽ. ചില സമയങ്ങളിൽ എനിക്ക് ആൻസർ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ചില കാര്യങ്ങൾ ഞാൻ പണ്ട് എനിക്ക് മൈൻഡ്ഫുൾനെസ്സിന് അമിഗ്ഡല ഹൈജാക്ക് മാത്രമാണ് പഠിപ്പിച്ചു തന്നിരുന്നത്. ബട്ട് ആഫ്റ്റർവേഴ്സാണ് ഞാൻ കുറേ തെർമോസ്റ്റാറ്റും ഇതെല്ലാം കണ്ടെത്താൻ തുടങ്ങിയത് മനുഷ്യൻ്റെ. ഇപ്പോൾ നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന തിയറി ഡേ ടു ഡേ ലൈഫിനെ മൈൻഡ്ഫുൾനെസ് ഉപയോഗിക്കാമെന്ന്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ ഞാൻ കൊച്ചു പയ്യനായിട്ട് ഇരുന്നപ്പോൾ എൻ്റെ അപ്പൂപ്പൻ എന്നോടത്ത് പറയും, നയാ പൈസ എന്ന് പറയുമായിരുന്നു. സാറിൻ്റെ സമയത്ത്, മനോജ് സാറിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നില്ലെന്നറിയില്ല, റോയ് സാറ് 100% ഉപയോഗിച്ച് കാണും. എന്നാൽ ഞാനേ ഉപയോഗിച്ചതുകൊണ്ട് നയാ പൈസ എന്ന്. നയാ പൈസയിലും കാലണ, അരയണ, മുക്കാലണ, ഒരണ എന്നൊക്കെ പറഞ്ഞ് 12 പൈസ, 3 പൈസയാണ് കാലണ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ കൂടെ ഓടുമ്പോൾ വേറൊരു സിസ്റ്റത്തിലോട്ട് മാറുമ്പോൾ ഉള്ള സംഭവങ്ങളാണ് പല ആൾക്കാരും പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെ കണ്ടാലും, ഞാൻ ആം എ രജിസ്റ്റേർഡ് മെമ്പർ ഓഫ് സുബോധ് പത്ത്. ഈ സൗരവ് ബോത്ര എന്ന് ഒരു യോഗ ചെയ്യുന്നെന്ന് പറയുന്ന ഒരാളുടെ കൂടെ യോഗയ്ക്ക് വേണ്ടി ചേർന്നപ്പം അയാൾ യോഗയെ പഠിപ്പിക്കാറില്ല. ബട്ട് വാട്ട് ഈസ് സെയിങ് ദാറ്റ് ഹാബിറ്റ് ബിൽഡിംഗ് ആണ് ആവശ്യമെന്ന്. അത് എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി ഇപ്പോഴും. ഹാബിറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൈൻഡ്ഫുൾ എന്നൊക്കെ പറയും. ഞാൻ അപ്പോഴും വിചാരിക്കണം, എനിബഡി ആൻഡ് എവരിബഡി ആർ നവഡേസ് ട്രൈങ് ടു യൂട്ടിലൈസ് എ വേർഡ് മൈൻഡ്ഫുൾ. ഈ മൈൻഡ്ഫുൾ ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളറാണ്, എക്സ്ട്രീം സിമ്പിളറാണ്. ബട്ട് ഇറ്റ്സ് എ ഹെവിയസ്റ്റ്
പ്രോബ്ലമാറ്റിക് ഒന്നാണ്. എക്സ്ട്രീം സിമ്പിളർ എന്താണെന്ന് പറഞ്ഞാൽ ലിവ് ഇൻ ദ പ്രസന്റ്. സിമ്പിൾ വാക്ക് പറയാം, വിത്തൗട്ട് ടാഗിങ് ദ പാസ്റ്റ് ആൻഡ് വിത്തൗട്ട് തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. വളരെ സിമ്പിളറാണ്. വേർഡ്സ് ആർ സിമ്പിൾ, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു യൂസ് ഇറ്റ്. ബട്ട് ഈസ് ഇറ്റ് പ്രാക്ടിക്കബിൾ? നമ്മൾ പാസ്റ്റിനെ ഇല്ലാതെ എൻ്റെ അച്ഛൻ എങ്ങനെ ജീവിച്ചെന്ന് എനിക്ക് മനസ്സിലാകാതെ ഞാൻ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഞാൻ കഴിഞ്ഞ മാസം വേറൊരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശരിക്കും പാൻറ് ഷർട്ട് ടൈ എല്ലാം കെട്ടിയിട്ട് ഞാൻ ഷൂ ഇടാതെ ചപ്പലിട്ടുകൊണ്ട് പോയപ്പം ആ ചപ്പലിന് ഒരു വള്ളി പൊട്ടിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ഞാൻ മനസ്സിലാക്കാതെ ഇപ്പോൾ എങ്ങനെ ഞാൻ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാം എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാവരും കുഴഞ്ഞു പോകുന്നുണ്ട്. ഇൻക്ലൂഡിങ് ജോൺ കബർട്സിന് വരെ കുഴഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അദ്ദേഹം ഏഷ്യൻ തിയറിയാണ് എടുത്ത് കൊണ്ടുപോയി മൈൻഡ്ഫുൾനെസ് എന്നൊരു വലിയ വാക്കിനെ ഉപയോഗിച്ചത്. ആ വലിയ വാക്കിനെ ഹി വുഡ് ഹാവ് ഗിവൺ അഡോൺമെന്റ്. പുറത്തൊക്കെ ഈ കേക്കിന് മുകളിൽ ഗാർണിഷ് ചെയ്ത പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദ വെരി 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 ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കൊറിയയിലാണ്. ഫുള്ളി ഈ പ്ലം വില്ലേജ് സ്റ്റാർട്ട് ചെയ്ത ബുദ്ധിസ്റ്റ് മോങ്ക് ഒക്കെ ഈ വാക്കിന് വേറൊരു രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ജോൺ കബർട്സിൻ മൈറ്റ് നോട്ട് ഏബിൾ ടു റിപ്ലൈ ഇറ്റ് റൈറ്റ് മാനർ എന്നാണ് എൻ്റെ വ്യാഖ്യാനം ഞാൻ എടുത്തത്. അങ്ങനെ വന്നപ്പോഴാണ് പല കാര്യങ്ങൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇൻ ഡീപ്പ് ഓഫ് അവേഴ്സ് എന്ന് നോക്കാൻ തുടങ്ങിയത്. ഇതിൽ നോക്കിയപ്പോൾ ഈ മൈൻഡ്ഫുൾ തിയറി മനസ്സിലാകണമെങ്കിൽ ആർക്ക് മനസ്സിലാവും? എ പേഴ്സൺ ഹൂ ഈസ് റിയലി ഇൻ ദ റിസപ്റ്റീവ് മോഡ്. എന്ത് റിസപ്റ്റീവ് മോഡ്? ഹൂ ഈസ് നോട്ട്, ഹൂ വിൽ റിസീവ്? ഒരു നമ്മുടെ സെൽഫോൺ ഉണ്ട്. സെൽഫോൺ ഈസ് കേപ്പബിൾ ഓഫ് റിസീവിങ് ആസ് വെൽ ആസ് ട്രാൻസ്മിറ്റിംഗ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് റിസീവ് ചെയ്യത്തില്ല. അതിൻ്റെ പേരാണ് ട്രാൻസ്പോണ്ടർ എന്നാണ് പറയുന്നത്. ട്രാൻസ്പോണ്ടർ റിസീവ്സ് ആസ് വെൽ ആസ് സെൻസ് സിഗ്നൽ. If you see in aeroplane or anywhere, കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് PTT എന്നൊരു സാധനമുണ്ട്, പ്രസ് ടു ടോക്ക്. ആ സാധനത്തിന് ഈ ഹാൻഡിൽ ഒരു ചെറിയ ഒരു സ്വിച്ച് കൂടെ ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സോ കാൾഡ് PTT, പ്രസ് ടു ടോക്ക്. ആ ടോക്ക് ചെയ്യുന്ന സമയത്ത് ദ സിഗ്നൽ ഗെറ്റ് ട്രാൻസ്മിറ്റഡ്. റെസ്റ്റ് ഓൾ ടൈം ഇറ്റ് ഈസ് ഇൻ ദ റിസീവിങ് മോഡ്. ഇപ്പോൾ നമ്മുടെ ബോഡി റിസീവിങ് മോഡിലാകണമെങ്കിൽ വി ഷുഡ് നോട്ട് ട്രാൻസ്മിറ്റ്. വി ഷുഡ് ആക്ച്വലി ബി ഐഡിയൽ ടു റിസീവ് ഇറ്റ്. ഈ ഐഡിയൽ എന്ന് പറഞ്ഞാൽ അടുത്ത അർത്ഥം എന്താണെന്ന് ഞാൻ ഇങ്ങനെ കുറേ ചെറിയ ഇതിലാണ് കുത്തി കിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വാട്ട് ഈസ് ഐഡിയൽ? ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാവോ? ഉറങ്ങുന്നത് ഒരു ഐഡിയൽ സ്റ്റേറ്റ് ആണോ? ഉറങ്ങുന്നത് ഒരു ഐഡിയൽ സ്റ്റേറ്റ് ആണ്. ബട്ട് ഐ ഗോ ടു സബ് കോൺഷ്യസ്. If I have to be in the conscious state and ideal, then I am awake, not thinking unwantedly. അവിടെയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു സമയത്ത് ക്ലാസ് എടുത്തിരുന്നത്. മൈൻഡ്ഫുൾനെസ്സിനകത്ത് കൂടുതലും സംസാരിച്ചു പോകുന്ന ടോപ്പിക്ക് തോട്ട്സും എമോഷനും മാത്രമാണ്. The total world or total human is being controlled by only thought and emotion. വേറെ ഒരു സാധനവും ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഈവൻ നമ്മുടെ WHO പറയുന്ന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ലൈഫ് സ്കില്ലിൽ നോക്കുവാണെങ്കിൽ 2 പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രെസ്സും ഒന്ന് എമോഷനും മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അത് ഈ രണ്ടും തോട്ട്സ് ആൻഡ് എമോഷൻസ് കൊണ്ടുവരുന്ന ഒരു ഏരിയകളാണ്. അപ്പോൾ തോട്ടും എമോഷനും നമ്മൾ കുറേ കൂടെ ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോകാം. വി കനോട്ട് കൺട്രോൾ തോട്ട്സ് ആൻഡ് എമോഷൻസ്, ബട്ട് വി ക്യാൻ ഡയറക്റ്റ് ഇറ്റ് ഇൻ ദ പാത്ത് വേ വയർ വി ഡിഫൈൻ. ഇതാണ് ഈ യോഗയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ചെയ്യുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു യോഗ ചെയ്യുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന മനുഷ്യനെ അവൻ്റെ തോട്ടും അവൻ്റെ എമോഷനും അവൻക്ക് കുറച്ചൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെയാണ്? ഇതാണ് എൻ്റെ നെക്സ്റ്റ് ചോദ്യം എൻ്റെ മനസ്സിൽ വന്നത്. ഹൗ ക്യാൻ ഹി റെഗുലേറ്റ് ഇറ്റ്? ബിക്കോസ് തോട്ട്സ് ആർ ബോർഡർലെസ്, ആർ ബൗണ്ടറിലെസ്.
എവിടെ വേണമെങ്കിലും ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ക്യാൻ ഫ്ലൈ അപ്പ് ടു ദുബായ്, ഐ ക്യാൻ ഗോ അപ്പ് ടു ട്രംപ്, ഷേക്ക് ഹാൻഡ് അങ്ങേരുടെ കൂടെ ചായ കുടിക്കുന്ന ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലെ എനിക്ക് സ്വപ്നം കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഹൗ കൻ ഐ റെഗുലേറ്റ് ഇറ്റ്? ഐ എം നോട്ട് ഗോയിങ് ടു കൺട്രോൾ ഇറ്റ്. യു മീൻസ് ഇഫ് യു തിങ്ക് ഓൺ ദ വേർഡ് കൺട്രോൾ യു ആർ ഫെയിലിംഗ് ഇറ്റ്. ഇതാണ് ഞാൻ പഠിച്ച ഒരു മൈൻഡ്ഫുൾനെസ്. നെവർ കൺട്രോൾ എനിത്തിങ്. ലെറ്റ് ഗോ, ലെറ്റ് ഗോ, ലെറ്റ് ഗോ എന്ന് പറയുക. അപ്പം നമ്മൾ അതിനെ വെറുതെ വിടുക. ഈ വാവ സുരേഷ് പാമ്പ് പിടിക്കുന്നത് എത്ര പേർ കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ പിക്ചറിലെങ്കിലും കേട്ടിരിക്കുന്നത്? പിക്ചറിൽ ഞാൻ കാണാറുണ്ട്. ഏത് മാം? പിക്ചറിൽ കുറേ പ്രാവശ്യം കുറേ കണ്ടിട്ടുണ്ട്. കാണാറുണ്ട്. അതിന് വാവ സുരേഷ് പാമ്പ് പിടിക്കുന്നതും എന്നെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കുന്നതിനുള്ള വ്യത്യാസം എന്താന്ന് പറയാമോ? കയ്യിൽ പാമ്പ്, എനിക്ക് പാമ്പ് തരിക. ഓക്കെ, ഞാൻ അത് വേണമെങ്കിലും പറഞ്ഞുതരാം. ഉലകണ്ണൻ സാറിന് നന്നായിട്ട് അറിയാം. ഞാൻ അവിടുത്തെ ഒരു ലീഡ് കോളേജിൽ പോയിരുന്നു. അവിടെ ലീഡ് കോളേജ് എന്നൊരു കോളേജ് പാലക്കാടിലുണ്ട്. ഉലകണ്ണൻ സാറും ഞാനും അവിടെ വെച്ചാണ് ഒരാൾ ഹഗ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ലീഡ് കോളേജിൽ തൊമ്മൻ, യെസ് മാം. ആ തൊമ്മൻ്റെ കോളേജിൽ 2 പാമ്പുണ്ട്. ഒരു വെള്ള കളറുണ്ട്, ഒരു മഞ്ഞ കളറുണ്ട്. ഓക്കെ, ഞാൻ 2 പാമ്പും എൻ്റെ കഴുത്തിൽ എടുത്തിട്ടിരുന്നു. അപ്പം കയ്യിൽ വാങ്ങിക്കുമ്പോഴേ ആ മനുഷ്യൻ നമുക്ക് തരുന്ന ഡെഫിനിഷൻ അതാണ്: ദിസ് സ്നേക്ക് ഈസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ സ്നേക്ക്. ഐ ഹാവ് സ്പെൻഡ് നോട്ട് ലെസ് ദാൻ 5 lakhs rupees ടു ബ്രിങ് ദിസ് സ്നേക്ക് ടു മൈ കോളേജ്. സാറേ, അതുകൊണ്ട് ഈ പാമ്പിനെ പിടിക്കണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പാമ്പിനെ പിടിക്കരുത്, കൈ 2 പ്ലാറ്റ്ഫോം പോലെ വെച്ച് കൊടുക്കുക, അത് അനങ്ങുന്നവരും സാറ് കൈ എടുത്തോളുക. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് വാവ സുരേഷ് പറഞ്ഞ തീയതിയാണ്. മീൻസ് ഞാൻ എവിടെ പറയുന്നത്, തോട്ട് ഫ്ലോയിനാണ് പറയുന്നത്. ഈ പാമ്പ് ഇങ്ങനെ മൂവ് ചെയ്യുവാണെങ്കിൽ അതിനെ വിട്ടേക്കണം, അതിന് പിടിക്കാൻ പാടില്ല. പക്ഷേ യു ഗിവ് അഗെയിൻ നെക്സ്റ്റ് ഹാൻഡ് വയർ ഇറ്റ് ഈസ് മൂവിങ്. പാമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കൊണ്ട് കൈ കൊടുക്കുക, ഫർദർ പോകുമ്പോൾ ഈ കൈ കൊണ്ട് കൊടുക്കുക. ഇങ്ങനെയാണ് പാമ്പിനെ വാവ സുരേഷ് പിടിക്കുന്നത്. അതാണ് എനിക്ക് ഈ തൊമ്മൻ പഠിപ്പിച്ചു തന്നപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഇതാണ് തോട്ടിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു രീതി. നേച്ചർ ടീച്ചസ് അസ് മെനി ലെസൺ വയർ വി ഫെയിൽ. ഇതാണ് സിംപ്ലസ്റ്റ് തിയറി. എനിക്ക് കഴിഞ്ഞ ആഴ്ച, ഞാൻ എപ്പോഴും പണ്ടൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കഴിഞ്ഞ ആഴ്ച എനിക്ക് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് സ്വാമി രഘുജി. എന്ന് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് സ്വാമി രഘു, അല്ലെ രഘുജി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹം ഡെയിലി ഒരു പൂവിൻ്റെ പടം അയക്കും എനിക്ക്. അതിനൊരു താഴെ സുപ്രഭാതം, വേറെ ഒന്നും ചെയ്യത്തില്ല, ഇത് മാത്രമേ അയച്ചുകൊണ്ടിരിക്കുള്ളൂ. എനിക്ക് സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ അയക്കും. ചില സമയങ്ങളിൽ ആ എക്സ്പ്ലനേഷൻ അദ്ദേഹം റിയാക്ട് ചെയ്ത് തിരിച്ച് ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കും. എനിക്ക് ഒരു 5 days ബാക്ക് അയച്ചു തന്നിരുന്നത് ഒരു ചെറിയ ഒരു പൂ, അതിൽ ഒരു തേനീച്ച ചെന്നിരിക്കുന്നത്. അപ്പോൾ തേനീച്ച ചെന്നിരിക്കുന്ന കഥ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ആ പൂവിനെ കൊണ്ട് തേനീച്ചയെ കൊള്ളാൻ പറ്റത്തില്ല. മീൻസ് ഇറ്റ് കനോട്ട് അക്കോമഡേറ്റ് ദാറ്റ് ഹണി ബി, ഇറ്റ്സ് വെയിറ്റ് ഈസ് ലിറ്റിൽ ഹെവിയർ. അതുകൊണ്ട് പൂ താഴോട്ട് വളഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഫോട്ടോയിൽ ഉള്ളത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് ഒന്ന്, ഇഫ് യു വാണ്ട് ടു സപ്പോർട്ട് സംബഡി എൽസ്, ഇഫ് യു വാണ്ട് ടു ഹെൽപ്പ് സംബഡി എൽസ്, യു മേ ഗെറ്റ് പെയിൻ, you may be disturbed at small level, but still if you support, you will get the benefit of that, you will also gain it. ഇത് ഈ പിക്ചറിൽ എനിക്ക് തോന്നിയത്, ഈ പുഷ്പം കുറേ വളഞ്ഞു കൊടുത്തിട്ട് ആ തേനീച്ചയെ കൊണ്ടപ്പോൾ തേനീച്ച തേനെടുത്ത് മകരന്തം എടുത്തു. പക്ഷേ പോളിനേഷൻ has occurred. Pollination can occur only when a fly comes and sits in one flower and goes to second flower and it touches that. അതാണ് പോളിനേഷൻ. ഞാൻ ആ തീരിലോട്ട് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദാറ്റ് വ്യൂ ഈസ് എൻ്റർലി ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് വണ്ടർഫുൾ എന്ന് തിരിച്ച് അദ്ദേഹം മെസ്സേജ് കൊടുത്തപ്പം എൻ്റെ ബ്രെയിൻ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ആകാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ വേറൊന്ന് നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിയ ഒരു ഏരിയയാണ് എങ്ങനെയാണ് ബൈ സീയിങ് ദാറ്റ് ഫ്ലവർ ഐ തോട്ട് ഡിസ്റ്റിങ്റ്റീവ് മാനർ. ഫർദർ അദ്ദേഹം എന്നോടത്ത് ഇറ്റ്സ് റിയലി വണ്ടർഫുൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെ സ്റ്റിമുലേഷൻ കിട്ടി? ഇതാണ് അടുത്ത ചോദ്യം എനിക്ക് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഐ ഹാവ് എ ബ്രെയിൻ. ഒരാൾ സാർ എങ്ങനെയുണ്ട് എൻ്റെ ചോദ്യം ഉത്തരം? എനിക്ക് ബ്രെയിൻ ഉണ്ട്. ദെൻ വാട്ട് ഈസ് ബ്രെയിൻ? വാട്ട് ഈസ് ബ്രെയിൻ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. വാട്ട് ഈസ് ബ്രെയിൻ?
സാബു സാർ എനിക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ഇത് ചെയ്യുമോ പ്ലീസ്? സാർ മാറിയോ? ഞാൻ ഷെയർ ചെയ്താലേ ആ ബ്രെയിനെ കുറിച്ച് കറക്റ്റായിട്ട് കാണിക്കാമായിരുന്നു. ഞാൻ ഇവിടെ നിന്നാണ് വൈ ബ്രെയിൻ തിങ്ക് യെസ് 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 യെസ്. ഇല്ല, ഹോസ്റ്റ് ഈസ് നോട്ട് അലവിങ്. സാർ വേറെന്തോ ബിസിയിലാണ്. സ്റ്റിൽ ഞാൻ സാറിനെ വിളിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ബ്രെയിനിനെ കുറിച്ച് വായിക്കാൻ തുടങ്ങി. ബ്രെയിൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ബ്രെയിൻ എന്ന് ചോദിച്ചപ്പോൾ, ബ്രെയിൻ ഈസ് എ കോംപ്ലക്സ് ഓർഗാൻ that controls thought, memory, emotion, touch, motor skills, vision, breathing, temperature, hunger, and every process that regulates our body. ഇതാണ്. അപ്പം വാട്ട് ഈസ് ബ്രെയിൻ എന്ന് ചോദിച്ചാൽ, ബ്രെയിൻ ഈസ് എ കോംപ്ലക്സ് ഓർഗാൻ. അതിനെ കൊണ്ട് നമുക്ക് മെമ്മറി, തോട്ട്, എമോഷൻ, പിന്നെ മോട്ടോർ സ്കിൽസ്, ടച്ച്, കണ്ണ് കാണുന്നത്, ഈ ആഹാരം കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ്, എന്ത് വേണമെങ്കിലും എടുത്തുകൊള്ളുക, എവറിത്തിങ് ഈസ് ബീൻ കൺട്രോൾ അറ്റ് ദ നെർവ് സെൻറ്റർ ആർ ദ കൺട്രോൾ സെൻറ്റർ. അപ്പം ഇതിന് എന്തിനാണ് നമ്മൾ ബ്രെയിൻ എന്ന് പേര് വെച്ചത്? അതെന്ന് പറഞ്ഞാൽ ഒരു മെയിൻ കൺട്രോൾ സെൻറ്ററിനാണ് ബ്രെയിൻ എന്ന് നമ്മൾ പേര് വെച്ചിരുന്നത്. ഈ ബ്രെയിൻ എങ്ങനെയാണ് വളർന്നത്? അടുത്ത ചോദ്യം ഞാൻ നോക്കിയായിരുന്നു. ബ്രെയിൻ വളരുമ്പോൾ വെയിറ്റ് കൂടുകയാണോ കുറയുകയാണോ? ആരെങ്കിലും പറയാൻ പറ്റുമോ? വെയിറ്റ് കൂടല്ലേ? പക്ഷേ ഞാൻ വായിച്ചത് നമ്മൾ ആദ്യമുള്ള ബ്രെയിനിന്റെ വെയിറ്റിനെക്കാട്ടിലും വെയിറ്റ് കുറഞ്ഞാണ് വരുന്നത്. 60% വരെ വെയിറ്റ് കുറയുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ലോഡ് കൂടുന്നവരും വെയിറ്റ് കുറയുമെന്ന ഒരു പുതിയ തിയറി ഇവിടെ എനിക്ക് കാണാൻ പറ്റി. ഇത് എല്ലാവരും, സാബു സാർ എനിക്ക് ഒന്ന് സ്ക്രീൻ ഷെയർ തരാൻ പറ്റുമോ സാർ? യെസ്, റെഡിയാണ് സാർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. യെസ്. ഇതിനകത്ത് ഇതെപ്പോഴും ഞാൻ കുറച്ചു മുമ്പ് വായിച്ച ആ സാധനം പറഞ്ഞു തരാം. എ ഹ്യൂമൻ ബ്രെയിൻ ട്രിപ്പിൾസ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ് ആൻഡ് ഇൻ ദ അഡൾട്ട്ഹുഡ്. ഇറ്റ് ഗെറ്റ് സ്മോളർ ആസ് വി ഗെറ്റ് ഓൾഡർ. ശരിയാണോ മാം? ഇപ്പോഴും അപ്പൊ ബ്രെയിൻ ലോഡ് കൂടുന്നവരും വെയിറ്റ് കുറയും, ചെറിയതാവും. ഈ തിയറി ആരെങ്കിലും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതാണ് ഞാൻ ഇന്ന് വയ്ക്കുന്ന മെയിൻ ടോപ്പിക്. അപ്പൊ ബ്രെയിനിനെ കുറിച്ച് നമുക്ക് വലിയതായിട്ട് ഐഡിയ ഇല്ലാതാണ് പല ബേസിക് ഐഡിയകൾ നമ്മൾ വിട്ടുപോകുന്നു എന്ന് കാണിക്കാനാണ് ഇന്ന് ഐ തോട്ട് ഐ വിൽ ഗോ വിത്ത് ബ്രെയിൻ. ഓക്കെ. അപ്പോൾ ഈ ബ്രെയിൻ തിയറിയിൽ ഞാൻ കണ്ട 1-2 കാര്യങ്ങൾ ഇതാണ്. ദ ആവറേജ് നമുക്ക് ഒരു ദിവസം 12,000 to 60,000 തോട്ട്സ് വരെ വരാൻ പറ്റുമെന്ന്. So if you reduce it to 12,000 thoughts per day, you are merely reaching to mindfulness position. If you again stand in 60,000 thoughts a day, you are not reaching to mindfulness. You are on the autopilot mode. So kindly my request is try to regulate your thoughts by which you are coming back to 12,000. And കുറച്ചുകൂടെ ജ്ഞാനി ആയി കഴിഞ്ഞാൽ 6,000 തോട്ട് വരെ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. 6,000 വരെ കൊണ്ടുവരുന്നത് വലിയ വലിയ ഉസ്താദുകളായിരിക്കും. അത് വലിയ കുഴപ്പമില്ല. 6,000 60,000 സാറേ? ഇല്ല, 60,000 നോർമൽ ആൾക്കാർക്കും ഉണ്ട്. അതിന് താഴോട്ട് കൊണ്ടുവരുവാണെങ്കിൽ 12,000 വരെ നമ്മളെ കൊണ്ട് ഈസിലി നടക്കും. കുറേ കൂടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ, മെഡിറ്റേഷൻ ചെയ്ത് അതിൻ്റെ തോട്ടിന് കുറച്ച് ബ്രീത്തിങ്ങിനെ ലെങ്ത് ആക്കി തോട്ടിന് കുറച്ചുകൊണ്ടൊക്കെ വന്നാൽ 12,000 വരാം. അതിനെക്കാട്ടിലും കുറച്ച് കൊണ്ടുവന്നാൽ യു ആർ റീച്ചിങ് ടു നെക്സ്റ്റ് ലെവൽ ഓഫ് മെറ്റാ ലൈഫ് എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം മെറ്റീരിയലിസ്റ്റ് ലൈഫിലിരിക്കുകയാണ്. മെറ്റീരിയലിസ്റ്റ് ലൈഫിലിരുന്ന് മെറ്റാ ലൈഫിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്രെയിനിൽ അടുത്ത് എനിക്കൊരു ചോദ്യം തോന്നി. നമ്മൾ
കാലിൽ ഒരു മുള്ള് കയറുക, അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ ഒരു മൊട്ടുസൂചി വെച്ച് ഒരാൾ കുത്തുകയാണ്. അപ്പം എനിക്കൊരു വേദന എടുക്കുന്നു. വേദന എടുക്കുമ്പോൾ ബ്രെയിനിന് വേദന എടുക്കുന്നുണ്ടോ ഇല്ലയോ? ബ്രെയിനാണല്ലോ സാർ അതിന്റെ ഇത് തരുന്നത് നമുക്ക് വേദനന്റെ. ബ്രെയിൻ പറഞ്ഞെങ്കിലും ബ്രെയിനിന് വേദന ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് വേദന ഇല്ലെന്നാണ് പറയുന്നത്. ബ്രെയിൻ സെൻസ്, നെർവസിന് അതെ, ബ്രെയിൻ സെൻസ് എ സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ ഒരു 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 സിഗ്നലാണ് അയക്കുന്നത്. ആ സിഗ്നൽ അഗൈൻ ആ മസിലിലോട്ട് ചെന്ന് നെർവ്സ് ആണ് ഇറ്റ് ഈസ് റിയാക്ടിങ് ഇൻ സച്ച് എ ഫോം ദാറ്റ് വി ഫീൽ പെയിൻ. അപ്പം ബ്രെയിനിൽ അങ്ങനെ ഒരു സാധനം പെയിൻ ഉണ്ടോ പ്ലഷർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് രണ്ടുമേ ഇല്ല എന്നാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതും താങ്കൾ ഓരോരുത്തർക്കും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും. അപ്പോൾ there is no pain receptors in the brain. The pain you feel from headaches are felt by the nerves in your head, face and neck, not the brain. അപ്പം ഇതിൽ ഈ വാക്കുകളൊക്കെ ആൾറെഡി കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നെറ്റിലൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ബ്രെയിനിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചപ്പോൾ ബ്രെയിൻ ഈസ് നോട്ട് ഹാവിങ് പെയിൻ ആർ പ്ലഷർ സെൽസ്. ഇറ്റ് ഡസൻ നോ. രണ്ടാമത്, ഈ ബ്രെയിൻ വളരുന്നോറും നമ്മൾ മെസ്സേജസ് ഇൻപുട്സ് കൂടുതൽ കൊടുത്തുകൊണ്ട് പോകുന്നോറും ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞ് ചെറിയതാകുകയാണ്. കൊച്ചായിരിക്കുമ്പോൾ ഇരിക്കുന്നതിനെക്കാട്ടിലും 1/3 ആയിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന ഉദ്ദേശത്തിലാണ് ഇന്ന് ബ്രെയിനിനെ കുറിച്ച് ഞാൻ എടുത്തത്. ഹെഡേക്സ് ആർ ട്രിഗേർഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ കോസ്ഡ് ബൈ ഇംബാലൻസസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ലൈക്ക് സെറട്ടോണിൻ, ഹോർമോൺ ഇംബാലൻസസ് ആൻഡ് ചേഞ്ചസ് ഇൻ ബ്ലഡ് വെസൽ കൺസ്ട്രിക്ഷൻ ആൻഡ് ഡൈലേഷൻ. ഇങ്ങനെയാണ് പെയിൻ വരുന്നത്. മീൻസ് പെയിൻ്റെ കോസോ അല്ലെങ്കിൽ പെയിൻ്റെ പ്രോസസ്സോ പറഞ്ഞു തരുന്നത് ബ്രെയിൻ ഒന്നുമേ ചെയ്യുന്നില്ല. ബ്രെയിൻ എന്തോ ഒന്ന് പ്രിക്കിൾ ചെയ്തെന്ന് മാത്രം പറയും. ആ പ്രിക്കിൾ ചെയ്തതിന് എത്ര ഡീപ്പർ, എത്ര ഇത് ലെവലിൽ നിന്നൊക്കെ ഫർദർ ഈ നെർവസ് സിസ്റ്റമാണ് നമ്മളുടെ ഈ രീതിക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിൽ കുറേ തീ വാർത്തിട്ട് അതിനൊക്കെ നടക്കാൻ പറയുമ്പോൾ അവൻ്റെ ബ്രെയിനിനെ അവൻ ലോഡ് ചെയ്യുന്നത് ദിസ് ഇസ് നോട്ട് എ പെയിൻ, ദിസ് ഇസ് ഫോർ ദ പേർപ്പസ് ഓഫ് പ്ലഷർ എന്ന് അവനെ ലോഡ് ചെയ്യുമ്പോൾ, പെയിൻ ആൻഡ് പ്ലഷർ തിയറീസ് എൻ്റെ കുറച്ചുകൂടെ വലിയ ഒരു തിയറിയാണ്. ഇവിടെ ഈ വാട്ട് യു കോൾ ദ ബ്രെയിനിന് എന്തുകൊണ്ട് പെയിൻ തോന്നുന്നില്ല, എന്തുകൊണ്ട് പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇല്ലാതാക്കാം എന്നൊക്കെ, അല്ലെങ്കിൽ ഈ ഒരാൾ ഇടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കമ്പി കൊണ്ട് കുത്തുവാണെങ്കിലും നമുക്കത് വേദന ഇല്ലാതാക്കാമെന്ന് പറയുന്നത് ഈ ബ്രെയിനിനുള്ള സ്റ്റിമുലേഷൻ, വേറൊരു രീതിക്കുള്ള സ്റ്റിമുലേഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം എന്ന് പറയുവാണെങ്കിൽ വാട്ട് ഈസ് ബ്രെയിൻ. അവിടെയാണ് ഞാൻ പിന്നെയും തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കുറേ ഐഡിയകൾ കിട്ടാൻ തുടങ്ങിയപ്പം ഐ ടു ഗോട്ട് ഷോക്ക്ഡ്. ഇതിനാല് ഇങ്ങനെ അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഒരു ജസ്റ്റ് ഐ വിൽ ഷോ യു നോ. ഓക്കെ, സാർ എൻ്റെ പിക്ചർ കാണുന്നുണ്ടോ സാർ? ഇല്ലല്ലോ. വന്നില്ല സാർ, ഷെയറിങ് ആയില്ല. ഒരു മിനിറ്റ്. ഓക്കെ, വരുന്നു. ഓക്കെ. ഞാൻ ഇന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് gamma.ai എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ വിത്തിൻ 3 minutes ഉണ്ടാക്കിയ ഒരു സ്ലൈഡാണ്. 10 സ്ലൈഡാണ് എനിക്ക് കിട്ടിയത്. അപ്പം 10-ന് കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് സാബു സാർ പിന്നെയും പറഞ്ഞു. വേറെ ആർക്കോ ഷെയർ ചെയ്താൽ പിന്നെ ഒരു 10 കിട്ടുമെന്ന്. ഞാനത് അത്ര വരെ വായിച്ചില്ല. ഞാൻ ചെറിയ തോതിൽ വായിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഗാമയിൽ കിട്ടിയതാണ്. ബ്രെയിൻ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബ്രെയിൻ ഈസ് an intricate organ composed of various parts, plays a crucial role in our daily lives by controlling functions such as movements, perception, cognition and emotion,
making its study vital for understanding human behavior and advancing medical sciences. എനിക്ക് മെഡിക്കൽ സയൻസ് വേണ്ട, ഹ്യൂമൻ ബിഹേവിയർ വേണം, ഡെയിലി ലൈഫ് വേണം, എമോഷൻ, കോഗ്നിഷൻ, പെർസെപ്ഷൻ. ഈ ഇത്രയും വാക്കുകൾ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ മുമ്പോട്ടും പുറകോട്ടും മാറ്റാനോ കൺവെർട്ട് ചെയ്യാനോ ഇല്ലാതാക്കാനോ നമ്മളെ കൊണ്ട് പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പണ്ട് ഒരു 10 വർഷമോ 10 എനിക്ക് തോന്നുന്നു 20-30 ഇയേഴ്സ് ബാക്ക് ഒരു വലിയ വിദ്യകൾ ഉണ്ടായിരുന്നു. ഒരു കോയമ്പത്തൂരിലെ ഒരുത്തൻ 100 സർപ്പത്തിൻ്റെ കൂടെ 2 ദിവസം താമസിക്കും, 1 ദിവസം താമസിക്കും, 10 മണിക്കൂർ അതിൻ്റെ കൂടെ ഇരിക്കുമെന്ന്. റോയ് സാർ ഓർമ്മ ഉണ്ടോ? സാർ മൈക്ക് ഓഫ് ആയതുകൊണ്ട് സാർ എന്ത് പറയുന്നത്? വേലായുധൻ. വേലായുധൻ കറക്റ്റ് സാർ, വേലായുധൻ. വെരി റൈറ്റ്. അപ്പോൾ അവന് എങ്ങനെയാണ് ആ സർപ്പത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റി? വൈറസ് ഇളങ്കോ ഈസ് നോട്ട് ഏബിൾ ടു സ്റ്റാൻഡ് നോട്ട് ഈവൻ വിത്ത് 2 കോബ്രാസ്. അവൻ 10-50 സർപ്പത്തിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് കാണിച്ചും തന്നിരുന്നു, ഉണ്ടായിരുന്നു. അതാണ്. അപ്പം ഇത് എങ്ങനെ പറ്റും എന്ന് പറഞ്ഞാൽ, വി ടെൽ ആർ ബ്രെയിൻ ഇവൻ ഒന്നും ചെയ്യുന്നില്ല, ഒരു പ്രശ്നക്കാരനല്ല എന്ന് നമ്മുടെ ബ്രെയിനിൽ ലോഡ് ചെയ്താൽ, ഞാൻ ഒരു കൊതുകോ ഉറുമ്പോ ചെല്ലുമ്പോൾ അതിനെ കൂടുതൽ അതിനെ നോക്കി ഡിസ്റ്റർബൻസ് ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ ബോഡിയിൽ ഫിയർ ഹോർമോൺസ് വരുന്നില്ല. വരാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, my body smell and my hormonal changes is not disturbing me. 1. Number 2, എൻ്റെ ഹോർമോണൽ ചേഞ്ചസ് കാണുമ്പോൾ ദ അതർ അനിമൽസ് ലൈക്ക് ഡോഗ്, സ്നേക്സ് ഇവരെല്ലാം സ്മെല് ചെയ്തിട്ട് നമ്മളെ ആ രീതിക്ക് ഹാൻഡിൽ ചെയ്യുന്നു. വാവ സുരേഷിനെ കാണുമ്പോൾ പാമ്പ് കടിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ കടിക്കുന്നു. റീസൺ ഇതാണ്. ഞാൻ ഇങ്ങനെ കുറച്ച് നോക്കി വന്നപ്പോൾ ഐ ഗോട്ട് മൈ ഓൺ ആൻസർ. മേ ബി റൈറ്റ്, മേ നോട്ട് ബി റൈറ്റ്. ഡോണ്ട് കോട്ട് ഇളങ്കോ സെഡ് ദാറ്റ് ദെയർഫോർ ഇറ്റ് ഹാസ് ടു ബി. അങ്ങനെ ഒന്നുമല്ല. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അത് താങ്കൾ തെറ്റാണെങ്കിൽ എന്നെ തിരുത്തി തരിക, ഞാൻ മാറിക്കൊള്ളാം. അഗെയിൻ ഐ വിൽ കം ബാക്ക്. ഈ സെക്കൻഡ് സ്ലൈഡിലോട്ട് ഞാൻ കണ്ടപ്പോൾ അടുത്ത സ്ലൈഡ് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, അനാട്ടമി ഓഫ് ബ്രെയിൻ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഇറ്റ് ഹാസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സ്. അതിന് പകരം മുകളിൽ ഇതാ സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം. ഇതാണ് ഡിഫറെൻ്റ് പെർഫോമൻസ് കൊടുക്കുന്ന 3 സാധനങ്ങൾ. അപ്പോൾ സെറിബെല്ലത്തിൻ്റെ വർക്ക് എന്താന്ന് പറഞ്ഞാൽ, സെറിബെല്ലം കൺട്രോൾസ് വേരിയസ് ഫങ്ഷൻസ് സച്ച് എസ് സെൻസറി പെർസെപ്ഷൻ, മോട്ടോർ കൺട്രോൾ, കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആൻഡ് ലൈക്ക് റീസണിങ്, പ്രോബ്ലം സോൾവിങ്. ഇതെല്ലാമാണ് സെറിബെല്ലത്തിൻ്റെ ബേസിക് ഫങ്ഷൻസ്. ഞാൻ ബേസിക് ഫങ്ഷൻസ് മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. സെറിബെല്ലത്തിൻ്റെ നോക്കുവാണെങ്കിൽ, സെറിബെല്ലം ഈസ് പ്രോസസ്സിങ് സെൻസറി ഇൻഫർമേഷൻ, റെഗുലേറ്റിംഗ് മോട്ടോർ കൺട്രോൾ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ സ്മൂത്ത് മൂവ്മെൻറ്റ്. മോട്ടോർ കൺട്രോൾ ഉള്ളതാണ് കൂടുതലും സെറിബെല്ലം. അടുത്ത് ബ്രെയിൻ സ്റ്റെം നോക്കുവാണെങ്കിൽ, the midbrain, pons, medulla oblongata each playing crucial role in overall brain functions എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. അപ്പം ഇതിനെ ഞാൻ വേറൊരു സ്ലൈഡ് വേണമെങ്കിൽ കാണിച്ചു തരാം. എവിടെയാണെന്ന് പറഞ്ഞാൽ, okay, now I got the point. ഈ ബ്രെയിൻ്റെ അനാട്ടമിന് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ പറയാം, ഒരു ഫ്രണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നെറ്റിയുടെ അടുത്തിരിക്കുന്ന ഏരിയ ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്താന്ന് പറഞ്ഞാൽ, ഈ ഫ്രണ്ടൽ ലോബ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ, മോട്ടോർ സ്കിൽസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയാക്ടിങ് ടു ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്, forming personality, maintaining a sense of motivation and managing attention. അപ്പോൾ ഇതിൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ, ഈ ഫ്രണ്ടൽ ലോബാണ് നമ്മളെ കരയിപ്പിക്കുന്നത്, വേറൊരാൾ
ഈ മരണപ്പെട്ടു എന്ന് വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഷോക്കാവുന്നതും, അല്ലെങ്കിൽ ഇന്ത്യ ക്രിക്കറ്റിൽ വിജയിച്ചതിന് ശേഷം പാകിസ്ഥാന് ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പം നമുക്കെല്ലാവർക്കും എക്സ്ട്രാ ഖുഷി തോന്നിയതും, ഇതെല്ലാം ഈ ഫ്രണ്ടൽ ലോബാണ് കളിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് വരുവാണെങ്കിൽ പെരിറ്റൽ ലോബ്. പെരിറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിന് ഈ കുറച്ചുകൂടെ ഒരു ലൈറ്റ് കാണുന്നത് ആണ്. ഫ്രണ്ടൽ ലോബ് കഴിഞ്ഞ് അടുത്ത ഏരിയയിലാണ് പെരിറ്റൽ ലോബ്. അതിൻ്റെ വർക്ക് എന്താന്ന് പറഞ്ഞാൽ സച്ചസ് ടച്ച്, പ്രഷർ, പെയിൻ, ഹീറ്റ്, ടെൻഷൻ, നാവിഗേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ബോഡി ത്രൂ സ്പേഷ്യൽ അവയർനെസ്, അണ്ടർസ്റ്റാൻഡിങ് റിട്ടൺ ലാംഗ്വേജ്, സോൾവിങ് മാത്ത് പ്രോബ്ലം, ഇതെല്ലാം കിട്ടുന്ന ഏരിയ ആണ് ഈ ഏരിയ. അത് കഴിഞ്ഞ് അടുത്ത് ഓസിപിറ്റൽ ലോബ്. ഓസിപിറ്റൽ ലോബ് അതിൻ്റെ മൂന്നാമത്തെ സെഗ്മെൻറ്റ് കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ, കളർ ഡിറ്റർമിനേഷൻ, ഡിസ്റ്റൻറ്റ് പെർസെപ്ഷൻ, ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ, ഓബ്ജക്റ്റ് റെക്കഗ്നിഷൻ, കമ്പൈനിങ് ദ ഇമേജസ് ഫ്രം ബോത്ത് ഐസ് ടു വൺ ഇമേജ്. ഇവിടെയാണ് ഈ ഓസിപിറ്റലിൻ്റെ പരിപാടികൾ നടക്കുന്നത് താഴത്തെ. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ടെമ്പറൽ ലോബ്. അപ്പം ഒന്ന് ആ പിക്ചർ കാണുക, 1, 2, 3, ഇത് 4ാമത്തെ ഏരിയയിലോട്ട് വരിക. 4ാമത്തെ ഏരിയ എന്ന് പറയുന്നത് ടെമ്പറൽ ലോബ്. ടെമ്പറൽ ലോബ് എന്താണ് ചെയ്യുന്നത്? ലോങ് ടേം മെമ്മറി, എമോഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗീവ് മീനിങ് ടു വോയിസസ്, സൗണ്ട്സ് ആൻഡ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ലിംബിക് സിസ്റ്റം. ഞാനിത് ഒരു 5ാം ക്ലാസ് പോലത്തെ സബ്ജക്റ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് ബ്രെയിനിനെ കുറിച്ച് കുറച്ച് ഐഡിയ കിട്ടുന്നത്. ദെൻ സെറിബെല്ലം നമ്മൾ വായിച്ചിരുന്നു, ഐ മൂവ്മെൻറ്റ്സ്, മോട്ടോർ ലേണിംഗ്, മസിൽ മെമ്മറി എന്നൊക്കെ. ഓക്കെ, ബ്രെയിൻ സ്റ്റമ്മിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓസോ മോട്ടോർ കൺട്രോൾ, ബ്ലഡ് പ്രഷർ കൂടുന്നത് കുറയുന്നത് ഈ ബ്രെയിൻ സ്റ്റെമ്മിൽ കൂടെയാണ്. ബ്രെയിൻ സ്റ്റെമ്മ് ഫർദർ താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ടേസ്റ്റ്, സ്മെൽ, ഹിയറിംഗ്, ടച്ചിങ് മീൻസ് 5 സെൻസറി ഓർഗാൻസും വർക്ക് ചെയ്യുന്നത് ഈ ബ്രെയിൻ സ്റ്റെമ്മിൽ കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഡാമേജ് ടു ദ പെരിറ്റൽ ലോബ് ക്യാൻ റിസൾട്ട് ടു സ്പീച്ച് ഡിസോർഡേഴ്സ്, വെസ്റ്റിബുലർ ഡിസ്റ്റർബൻസസ്, ഡിസ്ഫാഗിയ, ഡിഫിക്കൽറ്റി ഓർ പെയിൻ ഇൻ സ്വാളോയിങ്, അബ്നോർമൽ കോൺഷ്യസ്. ഇത് കുറച്ച് നോക്കിക്കൊള്ളുക. ഇത് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ബ്രെയിൻ, വാട്ട് ഈസ് ബ്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രെയിൻ ഇങ്ങനെ ഒരു മൾട്ടി കോംപ്ലക്സ് വർക്ക് ചെയ്യുവാണെങ്കിലും ഹൗ ഡിഡ് ദേ ഡിഫൈൻ ഈ പർട്ടിക്കുലർ പോർഷനാണ്, പെരിറ്റൽ ആണോ അല്ലെങ്കിൽ ആസിഡ് ആണോ അല്ലെങ്കിൽ ഫ്രണ്ടൽ ലോബാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഈസ് ഇറ്റ് 100% റൈറ്റ് എന്ന ചോദ്യത്തിന് ഞാൻ റിസർച്ചിങ് ഡോക്ടേഴ്സ് അടുത്ത് ചോദിച്ചപ്പം ഇറ്റ് ഈസ് നോട്ട് 100% റൈറ്റ്. മേ ബി, മേ നോട്ട് ബി. ഒരു 500 കേസ് നടക്കുമ്പോൾ ഒരു 400 പേർക്ക് സ്പീച്ച് ഇല്ല. അവർക്ക് എല്ലാവർക്കും ഈ പർട്ടിക്കുലർ പോർഷനിൽ ഡാമേജ് വന്നിരിക്കുന്നു ബ്രെയിനിൽ. മീൻസ് ഇതെല്ലാം ആക്സിഡൻസ് സംഭവിക്കുമ്പോൾ കിട്ടുന്ന ഓരോരോ ഉത്തരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൊണ്ടാണ് ഇവരിതെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും 100% ദേ ആർ നോട്ട് ഹാവിങ് ദ ഐഡിയ, ബട്ട് 85 to 88% ദേ ക്യാൻ ഡിക്ലെയർ. ഇങ്ങനെയാണ് ബ്രെയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. സോ ഐ വിൽ കം ബാക്ക് ടു മൈൻഡ്ഫുൾനെസ് ത്രൂ ബ്രെയിൻ. അപ്പം ബ്രെയിനിൽ വാട്ട് യു ലോഡ്, വാട്ട് യു ഫോം, ദാറ്റ് ഗോസ് as എ എമോഷണൽ ഡിസ്റ്റർബൻസ്. വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ, ഞാൻ പാലക്കാട് ചെന്നപ്പോൾ മുലകണ്ണൻ സാർ പറഞ്ഞു കാഷ്വലായിട്ട്, സാറേ ഞാൻ ഒരു മരണ വീട് കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ട് സാർ, ഞാൻ പോകുന്നു. അപ്പം ഞാനും കൂടെ വരാം സാറെന്ന്. ഞാൻ സാറിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ആ വീട്ടിൽ എനിക്ക് ഒരു ലിങ്കുമില്ല. ഐ വിൽ നോട്ട് ഗെറ്റ് മച്ച് അഫക്റ്റ് ഇൻ മൈ ബോഡി. എൻ്റെ എമോഷണൽ ഡിസ്റ്റർബൻസ് വരത്തില്ല. ബിക്കോസ് അവരാരോ ഞാനാരോ. ഞാൻ ഒരു മരണ വീട് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിലുള്ള ഒരു വീട്ടിലോട്ട് മാത്രം പോയി. പക്ഷെ അറ്റ് ദ സെയിം ടൈം പാലക്കാടിൽ എൻ്റെ സ്വന്തം റിലേറ്റീവ്, എൻ്റെ മാമൻ്റെ മോൻ അവിടെ ഇരിക്കുമ്പോൾ ആ വീട്ടിൽ ഒരു സംഭവം സംഭവിച്ചാൽ പോകുന്നതിന് മുമ്പേ ഞാൻ കരയാൻ തുടങ്ങും. എൻ്റെ ബോഡി എല്ലാം സ്ക്യൂസിൻ ചെയ്യും, ഈ കൺട്രഡിക്റ്റ് ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ ഞാൻ എമോഷണൽ വാല്യൂ കൊടുക്കാൻ തുടങ്ങുന്നു. ഇത്രയേ ഉള്ളൂ.
എൻ്റെ വാല്യൂ ഇറ്റ് ഈസ് എ തേർഡ് പാർട്ടി, വൈ ഷുഡ് ഐ ബോദർ എന്ന് പറയുന്ന ഫസ്റ്റ് കേസിൽ ഉലകണ്ണൻ സാർ ഒരു സ്ഥലത്ത് പോകാൻ പോവുക, അത് സാറിൻ്റെ കൂടെ ഞാൻ കമ്പനിക്ക് പോയപ്പോൾ എനിക്ക് ഒന്നുമേ തോന്നാത്ത റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ദേ ആർ നോ വെയർ കണക്റ്റഡ് വിത്ത് മീ എന്ന് എൻ്റെ ബ്രെയിൻ അല്ലെങ്കിൽ എൻ്റെ എമോഷൻ ഞാൻ ഡിക്ലെയർ ചെയ്തു. അത്രയേ ഉള്ളൂ കാര്യം. പക്ഷെ അടുത്ത സ്ഥലത്ത് ഞാൻ എൻ്റെ എല്ലാമായ എൻ്റെ റിലേറ്റീവ്, അതുകൊണ്ട് ഞാൻ കരയണം, ഞാൻ വിഷമിക്കണം, ഞാൻ ഇങ്ങനെ നിൽക്കണമെന്ന് ഞാൻ പ്രീ ടെക്സ്റ്റ് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്താൽ ഐ വിൽ നോട്ട് ഗെറ്റ് എമോഷണൽ ഡിസ്റ്റർബൻസ്. സിംപ്ലസ്റ്റ് തിങ്. സോ എല്ലാ സ്ഥലവും you should try to understand it is a third party problem, not my own. ഇത് എൻ്റെ അല്ല, ഇത് മൂന്നാമത്തെ ഒരു പാർട്ടിയുടെ. ഞാൻ ഉലകണ്ണൻ സാറിൻ്റെ കൂടെ നടക്കാൻ പോയപ്പോൾ സാറ് ഒരു സ്ഥലത്ത് പോയപ്പം അവിടെ ഞാനും പോയി, എനിക്ക് ഒന്നിനും ഡിസ്റ്റർബ്ഡ് അല്ല. ഈ രീതിക്ക് എൻ്റെ മാമൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഉലകണ്ണൻ സാറിൻ്റെ കൂടെയാണ് അപ്പോഴും വരുന്നത്. അപ്പോൾ ഉലകണ്ണൻ സാറിൻ്റെ ആരോ ആണ്, ഞാൻ വെറുതെ വന്നു എന്ന് വിചാരിച്ചാൽ എനിക്ക് അവിടെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. So what you give to your brain, that becomes your daily life problem. നമ്മൾ ഡെയിലി ലൈഫിൽ മോശമാകണോ നന്നാകണോ എമോഷണലി ഡിസ്റ്റർബൻസ് ആകണോ, ഇത് എല്ലാം പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ അവർ തോട്ട് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ നമ്മളെ എക്സ്ട്രാ ഡിസ്റ്റർബ് ചെയ്യുന്നു. നമ്മുടെ തോട്ടിൽ എൻ്റെ വേണ്ട, എൻ്റെയാണെന്ന് പറയുന്ന സമയത്ത് എനിക്ക് കുഴപ്പം, എൻ്റെ അല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രെയിൻ, എൻ്റെ ബോഡി, എൻ്റെ ടിഷ്യൂസ്, എൻ്റെ സെൽസ് വിൽ നോട്ട് ഹാമ്പർ മൈ തിങ്. അപ്പം നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഷുഡ് ആക്ച്വലി നോട്ട് ഗെറ്റ് അറ്റാച്ച്ഡ് ടു എനിത്തിങ് എക്സ്ട്രാ. അതാണ് ഇംഗ്ലീഷുകാരന്മാർ ചെയ്യുന്നത്. കല്യാണം കഴിച്ചോ, ഒരു കൊച്ചിന് ജനിച്ചോ, ഓക്കെ, ആഫ്റ്റർവേഴ്സ് ദേ ഗോ സംവെയർ എൽസ്. അവർ പോയി രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നു, വേണ്ടെങ്കിൽ വേണ്ട, അവർ വേറൊരു സ്ഥലത്ത് പോയി അവർ വേറൊരു കല്യാണം കഴിക്കുന്നു. ഓ ലുക്ക്, ഹീ ഈസ് മൈ എക്സ് ഹസ്ബൻഡ് ലോങ് എഗോ, 10 years ബാക്ക് ഹി വാസ് മൈ ഹസ്ബൻഡ്, 5 years ബാക്ക് ദിസ് ജെന്റിൽമാൻ വാസ് മൈ ഹസ്ബൻഡ് എന്ന് അവർ ജെന്റിലായിട്ട് പറയുന്നു, തിരിച്ചു പോകുന്നു. നമ്മളാണെങ്കിൽ അങ്ങനെയല്ല, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ലോകം ഫുള്ളും കിടന്ന് കറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ റീസൺ, he has also have similar brain, I too have similar brain, but I cry only when I won't sit up. അപ്പോൾ നമ്മുടെ ഓണർഷിപ്പിന് കുറച്ച് സമാധാനമാക്കിയാൽ, when you start reduce your ownership, you try to get calmness. അല്ല, അത് കാംനെസ് സ്ട്രെയിറ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അല്ല. Try to detach yourself little less. ഒരു 5%, 1% to 5% start to detach yourself, you may get little more calmness. When you have calmness, you give input of smooth emotion, you will really enjoy in your life. സോ ഡെയിലി ലൈഫിന് നമുക്ക് ആവശ്യമുള്ളത് എല്ലാം എൻ്റെയാണ്, എനിക്കാണ്, എൻ്റെ വീടാണ്, എൻ്റെ സ്കൂട്ടറാണ്, എൻ്റെ കാറാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മോളാണ്, എൻ്റെ മാമനാണ്, എൻ്റെ മച്ചാനാണ്, എൻ്റെ അപ്പൂപ്പനാണ്, എൻ്റെ അച്ഛനാണ്. ഈ എൻ്റെ വാക്ക് കട്ട് ചെയ്തിട്ട് ഹീ ഈസ് എ ഫാദർ ഓഫ് സംബഡി, ഹീ ഈസ് ഫാദർ മച്ചാൻ ഓഫ് സംബഡി, ഹീ ഈസ് സംബഡീസ് കാർ, സംബഡീസ്. അപ്പം എൻ്റെ അല്ലാന്ന് കുറച്ച് ചിന്തിക്കാൻ തുടങ്ങുവാണെങ്കിൽ ഇൻ ഡേ ടു ഡേ ലൈഫ്, ഡിസ്പൈറ്റ് ഇറ്റ് ഈസ് യുവേഴ്സ്, നമ്മൾ ഇതിന് തമിഴിൽ അഗൈൻ ഇഫ് ഐ ഗിവ് എ കോട്ട്, പണ്ട് പട്ടണത്താർ എന്ന് ഒരു ഗ്രേറ്റ് പോയറ്റ് പറഞ്ഞ ഒരു വാക്കുണ്ട്, കായമേ ഇത് പൊയ്യട, വെറും കാറ്റടയ്ത്ത പയ്യട. കായം എന്ന് പറഞ്ഞാൽ ബോഡി. ബോഡി ഈസ് സിമ്പിൾ ഫേക്ക്. ബോഡി ഈസ് എ ഫേക്ക് ബിക്കോസ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എയർ. കാറ്റ് അടയ്ത്ത പയ്യട പറഞ്ഞാൽ ഒരു എയർ ഫില്ല് ചെയ്ത ഒരു സാക്കാണ്. അപ്പം എയർ എപ്പോഴും പോയോ ഇത് ഒന്നും ബോഡി അല്ല. ദെൻ ഇറ്റ് ബിക്കംസ് മോർട്ടൽ റിമെയിൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു ഏരിയയിലോട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുവാണെങ്കിൽ അവർ ഡേ ടു ഡേ ലൈഫ് വിൽ നോട്ട് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. പക്ഷെ നമ്മൾ എപ്പോഴും നാളെ
ഞാൻ ഈ വീട് വലിയ ഒരു 4 നില കെട്ടിടത്തിന് 5 നില കെട്ടിടമാക്കുവോ, അല്ലെങ്കിൽ ഒരു വീട് കൂടെ വാങ്ങിക്കണോ, ഒരു കാർ കൂടെ വാങ്ങിക്കണോ, അല്ലെങ്കിൽ എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ ആ ചെക്കന് എന്ത് കൊടുക്കണം, അവളുടെ കുഞ്ഞിന് പേരക്കൊച്ചിന് എന്ത് കൊടുക്കണം, ഇങ്ങനെ ഇതിനാണ് നമ്മൾ എല്ലാ ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വി ആർ നോട്ട് ലിവിങ് ഓൺ ദ പ്രസന്റ് ലൈഫ്. ലെറ്റ് ഇറ്റ് ബി. ഇപ്പോൾ 7 to 8 o'clock നമ്മൾ സംസാരിച്ചുകൊണ്ട് 9 o'clock കുറിച്ച് ചിന്തിക്കരുത്. ട്രൈ ടു, ബട്ട് ഈസ് ഇറ്റ് ഫീസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേ കം ഡ്യൂ ടു പ്രാക്ടീസ്. ഞാൻ പണ്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, വെള്ളത്തിന് മുകളിൽ യോഗ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ആരും കാണുന്നില്ല. പണ്ടൊക്കെ വെൻ ഐ വാസ് എ ചൈൽഡ്, കോവിൽപ്പെട്ടിയിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. സാറ് ഈ ഗൂഗിൾ മീറ്റ് ആണ്. ഗൂഗിൾ മീറ്റ് ആണ്. പണ്ട് ഇപ്പൊ റോയ് സാർ പറഞ്ഞ പോലെ ഈ പാമ്പിന്റെ കൂടെ താമസിച്ച് വേലായുധൻ ഇരുന്നത് പോലെ, പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ ഡെയിലി രാവിലെ കുളത്തിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകും. ഉറങ്ങാൻ വേണ്ടി കുളത്തിൽ പോയി, വെള്ളത്തിന് മുകളിൽ പുള്ളി നേരെ കയറി കിടക്കും. ഒരു മണിക്കൂർ 1/2 മണിക്കൂർ കിടന്നിട്ട് പിന്നെ തിരിച്ച് പുറത്തിറങ്ങി വരും. അപ്പം ദാറ്റ് ഈസ് സെഡ് ടു ബി യോഗാചാരി എന്നാണ് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം പുള്ളി ഒരു വലിയ ഷിപ്പ് ഓഫ് 500 ടണ്ണ് വെള്ളത്തിന് മുകളിൽ മിതക്കുവാണെങ്കിൽ നമുക്ക് വെറും 60 കിലോസ്, വൈ നോട്ട് 60 to 70 കിലോസ് ഉള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ട് വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്തുകൂടാ എന്ന ചോദ്യത്തിന് ഉത്തരം അതാണ്. ഇൻ കേസ് ഇഫ് യു മേക്ക് യുവർ ബോഡി ലൈറ്റർ ബൈ യുവർ സെൽഫ്, then you can go and float on the water. ഇതാണ് ഡെഫിനിഷൻ. അപ്പം എത്ര ലൈറ്റ് ആക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ചിന്ത. അതാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വി ക്യാൻ ഫ്ലോട്ട് 100%, നോ ഡൗട്ട് അറ്റ് ആൾ. സിമ്പിളറായിട്ട് പറ്റും. 500 ടൺ ഒരു ഷിപ്പ് വെള്ളത്തിന് മുകളിൽ സിങ്ക് ചെയ്യാതെ പോകുന്നു. 500 ടണ്ണല്ല, എനിക്ക് വിഴിഞ്ഞതും പോർട്ടിലൊക്കെ ഇപ്പോൾ വരുന്ന കണ്ടാൽ അവർ ഒരു 50,000 ടൺസ് ഉള്ള ഒരു ലോഡുകളാണ് കൊണ്ടുവരുന്നത്. That is, anything is possible in case if you control your brain, if you control your mind. ഞാൻ മൈൻഡിലോട്ട് കുറച്ച് വാസ്റ്റ് ഏരിയയിലോട്ട് പോകുന്നത് ബ്രെയിനിലോട്ട് സിമ്പിൾ ഹോർമോണൽ ചേഞ്ചസിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. അപ്പം ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ദയവേത് എല്ലാവരും ഒന്നുകൂടെ ബ്രെയിനിനെ കുറിച്ച് വായിച്ചു നോക്കുക. ബ്രെയിനിനെ 5-6 പാർട്സൊക്കെ എന്തൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പം ആ പാർട്സിന് നമുക്ക് നമ്മുടെ രീതിയിൽ എങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ സിമ്പിൾ. ഡെയിലി ടേം ഇറ്റ്. ടേം ഇറ്റ്. എങ്ങനെ ടേം ചെയ്യാൻ പറ്റും? വലിയ ആനയിനെ ആനപ്പാപ്പാൻ മെരുക്കിയെടുക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് മെറുക്കണം. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. യു കാൺട്ട് ബെൻഡ് ഇറ്റ്, യു കാൺട്ട് ബ്രേക്ക് ഇറ്റ്, ബട്ട് യു ക്യാൻ ടേം ഇറ്റ്. സിംപ്ലസ്റ്റ് തിങ്. അത് എങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ യു ട്രൈ ടു ഹാവ് എ റൈറ്റ് ഡയറക്ഷൻ. വാട്ട് യു ഫീൽ ഗുഡ് ഫോർ യു, ഡു ദാറ്റ്. ഇത് എൻ്റെ ഗുഡ്നെസ് മേ നോട്ട് ബി മനോജ് സാർസ് ഗുഡ്നെസ്. എൻ്റെ ഗുഡ്നെസ് മേ നോട്ട് ബി ഉലകണ്ണൻ സാർസ് ഗുഡ്നെസ്. ദാറ്റ് ഐ ഫീൽ എൻ്റെ കണ്ണിലിരുന്ന് ഞാൻ കാണുമ്പോൾ ഇതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതാണ് ഐ ലവ് ഇസ്ലാം തിയറി ഇൻ ദാറ്റ് ഏരിയ. ഇസ്ലാം തിയറിയിൽ ഈ 5 നേരം തൊഴുകയിൽ എങ്ങോട്ട് നോക്കി തൊഴുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനോജ് സാർ പറയുമോ? ലൈക്ക് എ ഹിന്ദു ഗോസ് ടു ടെമ്പിൾ, അവിടുത്തെ ഐഡോൾ അല്ലെങ്കിൽ അവിടുത്തെ ദൈവത്തിനെ നോക്കി നിന്നാണ് തൊഴുന്നത്. പള്ളിയിൽ ചെല്ലുമ്പോൾ അൽത്താരം നോക്കിയിട്ട് നിന്നാണ് തൊഴുന്നത്. പക്ഷേ ഒരു മുസ്ലിം എങ്ങോട്ട് നോക്കി തൊഴുന്നെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ സർ? മെക്ക. പടിഞ്ഞാറല്ല, സാറ് പറഞ്ഞതുപോലെ മെക്കയുടെ ഡയറക്ഷൻ ഏതോ. ഈ ആഫ്രിക്കയിൽ നിൽക്കുന്നവനും മെക്കയെ നോക്കി തൊഴും, ഇന്ത്യയിൽ നിൽക്കുന്നവനും മെക്കയെ നോക്കി തൊഴും, പാകിസ്ഥാനിൽ നിൽക്കുന്നവനും അതാണ്, റഷ്യയിൽ നിൽക്കുന്നവനും അതാണ്, അമേരിക്ക. ഓരോരുത്തർക്കും ഡയറക്ഷൻ ചേഞ്ച് ആവും. അപ്പം ഇതേപോലത്തെ ആണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മെഗാ ലെവലിലാണ്. അപ്പം ആഫ്രിക്കയിലെ അവൻ പടിഞ്ഞാറത്തിരുന്ന് കിഴക്കോട്ട് നോക്കി തൊഴുവാണെങ്കിൽ ഇവൻ കിഴക്കിരുന്ന് പടിഞ്ഞാറോട്ടാണ് തൊഴുന്നതാണെങ്കിൽ രണ്ടും വേറെ വേറെ ഡയറക്ഷൻ ആണെങ്കിലും ബോത്ത് ആർ ഇൻ ദ സിമിലർ സെറ്റപ്പ്. നമ്മൾ അതേപോലെയാണ്. എൻ്റെ ചിന്തയും എൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റീസും ഉലകണ്ണൻ സാറിൻ്റെ സെയിം ആകണമെന്നില്ല. ബട്ട് വി വിൽ ബി ഇൻ ദ സിമിലർ ആക്ടിവിറ്റി ആസ് പെർ അവർ ഓൺ തിങ്കിങ്. My kind findings are
kind request towards everybody is never adopt anybody's thing. You take your own direction. You may be in Russia and praying towards Mecca. I may be in India praying towards Mecca. Or Sabu sir may be standing in Africa praying towards Mecca. അപ്പം നമുക്ക് എല്ലാവരും ഒരേ ആംഗിൾ ആകണം, ബട്ട് നോട്ട് ടു മിമിക് ആർ APE, നോട്ട് ടു ഏപ്പ് അതർ. നമ്മൾ സ്വയം കണ്ടെത്തുക, എത്തുക. വി വിൽ ലിവ് ടുഗദർ എവർ ഇൻ എ ഫൈൻ മാനർ. ഇഫ് പ്രൊവൈഡഡ് എൻ്റെ ഡെയിലി ജീവിതത്തിൽ ഞാൻ സ്വസ്ഥമാകണമെങ്കിൽ എൻ്റെ ഓൺ മാർഗത്തിൽ കൂടെ എൻ്റെ ബ്രെയിനിനെ ടേം ചെയ്ത് എൻ്റെ എമോഷനെ ഞാൻ റെഗുലേറ്റ് ചെയ്യുക. കൺട്രോൾ ചെയ്യരുത്, ഡോണ്ട് കൺട്രോൾ, റെഗുലേറ്റ്, ബൈ വിച്ച് ഓട്ടോമാറ്റിക്കലി തോട്ട് പ്രോസസ് വിൽ കം ഡൗൺ. ഇങ്ങനെയാണ് ഞാൻ ഇന്ന് കുറേ ബ്രെയിനിനെ കുറിച്ച് ഞാൻ ഒരു 10-30 പേജ് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഹൗ മെനഞ്ചറ്റീസ് അക്കേഴ്സ് എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിരുന്നു. മെനഞ്ചറ്റീസിന് മെനഞ്ചസിൻ്റെ ഒരു കുഴപ്പമാണ് വരുന്നതെന്ന്. അങ്ങോട്ടൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. ബട്ട് ബ്രെയിനിൻ്റെ ജസ്റ്റ് ബേസിക് ഫങ്ഷൻസ് മാത്രമേ ഞാൻ ടച്ച് ചെയ്തുള്ളൂ. ബിക്കോസ് വി വർ ഡിസ്കസിങ് ഫോർ ഓൺലി 30 to 50 minutes മാക്സ് ടു മാക്സ്. അതിനകത്ത് എല്ലാ ടോപ്പിക്കുകളും എല്ലാം ടച്ച് ചെയ്താലും തലവേദനയാവും. കുറച്ച് ഏരിയ മാത്രം പറഞ്ഞ്, ബട്ട് ഞാൻ പറഞ്ഞു തന്ന ഈ ബ്രെയിൻ തിയറി മൈറ്റ് ബി യൂസ്ഫുൾ ടു എവരി വൺ. വാട്ട് ഐ ഫീൽ ഈസ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയുക. വേണമെങ്കിൽ നമുക്ക് ഒരു 2 മിനിറ്റ് സമാധാനമായിട്ട് ഒരു എക്സസൈസ് വേണമെങ്കിലും ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം സാർ. മെഡിറ്റേഷൻ കൂടെ ചെയ്തേക്കാം, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ദെൻ വി ഷാൽ ഗോ ഫോർ എ സ്മോൾ മെഡിറ്റേഷൻ. നമ്മളൊരു ഡീപ് ബ്രീത്ത് മെഡിറ്റേഷനിലോട്ട് പോകാം. വേറെ കൂടുതലൊന്നുമല്ല, ബോഡി സ്കാൻ മെഡിറ്റേഷനിലോട്ട് പോകുന്നതാണ് ഈസിയസ്റ്റ് വേ. സോ ഞാൻ അതിനു വേണ്ടി എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്യുന്നത്, ലെറ്റ് എവറിബഡി സ്റ്റാൻഡ് ആർ മീൻസ് കീപ് യുവർ ബോഡി എറക്റ്റ്. പാദങ്ങൾ രണ്ടും ഫേമായി തറയിന് മുകളിൽ പ്രഷർ കൊടുക്കുന്ന രീതിയിൽ വെക്കുക. അല്ലെങ്കിൽ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിച്ച കുറച്ച് പോർഷൻസ് അല്ല, ഫുൾ ഫ്ലാറ്റായിട്ട് വെക്കുക. കൈ രണ്ടും ഓപ്പൺ ആയിട്ട് എയ്തർ ഓൺ ദ ചെയർ ഓഫ് ആംറെസ്റ്റ് ആർ ലാപ്പിൻ്റെ മുകളിലോ, തുടയിൻ്റെ മുകളിൽ ഇരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. വെച്ച് സ്ട്രൈറ്റ് ഇരിക്കുക. താങ്കളുടെ അവരവരുടെ ആംഗിളുടെ നേരെ മുമ്പിൽ എത്ര കാണുന്നുണ്ടോ ആ സ്ട്രൈറ്റ്. കഴുത്തിൻ്റെ നമ്മൾ കൊടുക്കുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ ചരിയുവാണെങ്കിൽ അത്ര ഒരു ബോഡി വെയ്റ്റിന് അല്ല, ഒരു വെയ്റ്റിന് മുകളിൽ വേറൊരു വെയിറ്റ് വയ്ക്കുമ്പോൾ അത് ചരിഞ്ഞിരുന്നാൽ ചിലപ്പം ബാലൻസ് ആകത്തില്ല. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പെയിൻ കൂടും, അല്ല വെയിറ്റിൻ്റെ പ്രഷർ കൂടും. കൂടാതിരിക്കാനാണ് നെക്കിനെ നമ്മൾ സ്ട്രൈറ്റ് വയ്ക്കാൻ പറയുന്നത്. ബൈ വിച്ച് അവർ സ്പൈനൽ കോഡ് ഫീൽസ് എലേറ്റഡ്, റിലാക്സ്ഡ്. അപ്പോൾ ആ രീതിയിൽ ഇരുന്നുണ്ട്. Let us do a small meditative practice. Before that, kindly ask permission. ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരു വാക്കാണ്, ഇതൊക്കെ പല സാറുകൾ പറഞ്ഞു തരത്തില്ല. Take permission from your brain and mind that you are going to do a small exercise of meditation. Then when it gives permission, please close your eyes. Till such time, don't close your eyes. Normally, ഒരു 1/2 മിനിറ്റ് 3/4 മിനിറ്റിനകത്ത് അത് യെസ് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്കിപ്പിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രെയിൻ. അതുകൊണ്ട് ഇഫ് ഇറ്റ് ഈസ് ടേംഡ് വൺ, ഇറ്റ് വിൽ ഗിവ് ഈസിലി ആൻസർ യെസ്. അപ്പോൾ ആ സമയത്ത് കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് ദെൻ സ്റ്റാർട്ട് തിങ്ക് അബൌട്ട് യുവർ ബ്രീത്തിങ്, ഇൻഹേലിംഗ് ആൻഡ് എക്സേലിംഗ്. അപ്പം മൂക്കിൽ കൂടെ ശ്വാസം അകത്ത് കയറുന്നതും അകത്തിറന്ന് പുറത്ത് ഇറങ്ങുന്നതും കൂടെ അതിൻ്റെ കൂടെ സഞ്ചരിച്ച് ഒന്ന് നോക്കുക. Then initially 5 times you have a deep breath, then normal breath. We will go for deep breathing. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to a normal breathing.
Inhale, exhale, inhale, exhale. Continue for some time. Let your attention be only in breathing, inhaling and exhaling, not on anywhere else. You may get different thoughts, not to run behind of the thoughts. Just watch your breath, how inhaling occurs, how you are able to exhale it. Now we shall shift our attention to our body portions from top to bottom. You continue to breathe in and breathe out, but you start to observe each limb what I pronounce. Now, head, forehead, eyes, nose, ears, cheeks, mouth, chin. Now be aware of the total head portion. Once again, bring your attention or awareness to the total head portion. Bring your attention to neck, shoulders, upper arm, elbow joints, lower arm, wrist, palms, fingers, chest, stomach, abdomen, upper back, lower back, glute, bring your attention to total torso. Again, bring your attention to the torso. Now
attend to your thighs. Knee joints. Leg. Ankle. Palm. Fingers. Now bring your attention to the total body from head to toe and scan fastly. Again, bring your attention to the total body from head to toe. Now bring your attention to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to the thoughts. The thoughts may be bigger or longer or vital. Don't think that thoughts are simple thoughts. Thoughts may be true one, thought may be a fake one, thought may be trying to disturb you in not to check anything. You just watch as a third party. Now bring attention back to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to the emotion of you. The emotions may try to disturb you. It may come, it may go, or just see that how bigger one that is, how smaller one that is, and what is what. It may you try to give a different colors to different things. Okay, and that's one. Yes, so now bring back your attention to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now try to bring your attention to your surroundings. Different sounds may be coming from different direction. You go from the far distance to close and close and close and close. It might be from on the road, then your gate area, your hall area, or your next room, or the room where you are, and on the table where you are. First all, you come closely, start watch step by step. Now bring your attention back to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to your deep breathing. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now
If you have completed this whole assignment, try to tell your brain that you are going to close or finish the work what you have assigned. Now, prior to that, don't open your eyes. Before opening the eyes, take both the hands together. Start rub. Let it make a little bit warmth and keep your eyelid to press it gently. Hope you all would have enjoyed the program. This is so-called body scan meditation. ബോഡി സ്കാൻ മെഡിറ്റേഷൻ നമ്മൾ ബോഡീനെ സ്കാൻ ചെയ്ത് ഓരോരോ പോർഷനായിട്ട് നമ്മുടെ കണ്ണിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ്സിനെ കൊണ്ടുവന്ന് വി അറ്റൻഡ് മീൻസ് മൈൻഡ്ഫുൾനെസ് ഇസ് ഗെറ്റിംഗ് അവെയർ ദെൻ അറ്റൻഡിങ് ഇറ്റ്. അതാണ്. അപ്പം അവെയർ ആകുക, അറ്റൻഡ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദീസ് ഓൾ വൺ പാറ്റേൺ. അത്രയേ ഉള്ളൂ. വൈ വി ഗോ ഫോർ തോട്ട്, വൈ വി ഗോ ഫോർ എമോഷൻ, വൈ വി ഗോ ഫോർ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് നമ്മുടെ ബ്രെയിനിൽ കൊടുത്തോണ്ടിരുന്നാൽ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് അക്കോമഡേറ്റ് എവറിത്തിങ്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ചിട്ടയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ റോഡ് ക്ലോസ് ആയി കഴിഞ്ഞാൽ വേറെ റോഡിൽ കൂടെ നമുക്ക് പോകാൻ അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ 4-5 റോഡുകളിൽ കൂടെ പോകാൻ പഴകിയിട്ടുണ്ടെങ്കിൽ ഒരു റോഡ് കോർപ്പറേഷൻ അടച്ചാലും പോലീസ് അടച്ചാലും വേറെ റോഡിൽ കൂടെ നമുക്ക് വരാൻ പറ്റും. സോ വി മേ ഏബിൾ ടു പ്രാക്ടീസ് അവർ സെൽഫ്സ് ഡിസ്പൈറ്റ് എനി ഡിസ്റ്റർബൻസ് കംസ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. വി ഹാവ് ടു ഡു ഓൺലി ദിസ് ടൈപ്പ് ഓർ ദാറ്റ് ടൈപ്പ്. എനി ടൈപ്പ് യു കൺ ഡു ഇറ്റ്. ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. Thanking each one of you for this today's brain day-to-day life ആൻഡ് മെഡിറ്റേഷൻ. അപ്പോൾ ഡേ ടു ഡേ ലൈഫിന് നമ്മുടെ ബ്രെയിനാണ് ഒരു വൈറ്റൽ റോൾ കളിക്കുന്നതെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം ബ്രെയിനിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ കുറേ കൂടെ സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങോട്ട് പോയില്ല. മീൻസ് സ്റ്റീവ് ജോബ് എന്ന് പറയുന്ന ഒരുത്തൻ സ്റ്റിങ്കറെ അടിച്ച് കൊല്ലപ്പെട്ടു. പക്ഷെ അയാൾ ഇഷ്ടംപോലെ മുതലകളുടെ കൂടെ മുതലയ്ക്ക് വായിക്കകത്ത് കയറിയിട്ട് ഇറങ്ങുമായിരുന്നു. ഹി വാസ് നോട്ട് ഹാവിങ് ഫിയർ അറ്റ് ഓൾ. പക്ഷേ അത് തന്നെയാണ് നമ്മുടെ ബ്രെയിനെ നമ്മൾ എങ്ങനെ മോൾഡ് ചെയ്യുന്നുണ്ടോ അതുപോലെ സംഭവിക്കും. താങ്ക് യു സാർ. വേറെ എല്ലാവർക്കും ഇനി സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് കമൻറ്റ് പാസ് ചെയ്യാം. താങ്ക് യു സാർ. Thank you, മൈൻഡ്ഫുൾനെസ്സിൻ്റെ മനോഹരമായ ഒരു സെഷൻ. അപ്പം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയാണ്, കഴിഞ്ഞ കാലത്തേക്കോ ഭാവിയിലേക്ക് വരാനുള്ള കാലത്തേക്കോ തിരിയാതെ വിമർശനമോ വിധിയോ നിർണയമോ ഒന്നുമില്ലാതെ ഇപ്പോൾ ഈ നിമിഷം എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ അത് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റുമോ, അതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്താൻ പറ്റത്തില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതിൻ്റെ വില്ലൻ ആരാണെന്ന് എന്ന് വളരെ കൃത്യമായിട്ട് സാറ് പറഞ്ഞു. മറ്റൊന്നുമല്ല, നമ്മുടെ ബ്രെയിനിൻ്റെ കുടുക്കിൻ്റെ അകത്ത് നമ്മൾ പെട്ടുപോവുക. കാരണം ബ്രെയിൻ എപ്പോഴും ഒരു സ്വഭാവമുണ്ട്, ഏറ്റവും ലേസി ആയിട്ട് ഏറ്റവും മടിയനായിട്ടിരിക്കാനാണ് ബ്രെയിൻ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ വഴികളിലൂടെയും പോകാൻ ബ്രെയിൻ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം പവർ കൊടുത്താൽ മാത്രമേ. പക്ഷേ ഈ ബ്രെയിനിൻ്റെ ചില സാറ് പറയുന്ന പോലെ ഒരു എന്താ പറയുന്നത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് മോഡിലേക്കൊക്കെ നമ്മളായി പോകുമ്പോൾ 6000-വും 12000-വും ചിന്തകൾക്ക് പകരം 60,000-വും 70,000-വും ചിന്തകളിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നു. ഈ ചിന്തകൾ യൂസ്ഫുൾ ആണോ? ഒരിക്കലുമല്ല. ശരീരത്തിനും മനസ്സിന് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന, ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ചിന്തകൾ. അപ്പോൾ ഇങ്ങനെ ബ്രെയിനിൻ്റേതായിട്ടുള്ള ഒരു ട്യൂണിങ് ശരിയാകാതെ വരുമ്പോൾ ഒരിക്കലും നമുക്ക് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന മനോഹരമായ ആ പ്രതിഭാസത്തിലേക്ക് തിരികെ വരാൻ പറ്റാത്ത വിധം നമ്മൾ കുടുങ്ങിപ്പോകുന്നു. അപ്പോൾ കുറ്റക്കാരനും കുറ്റം ആരിലാണോ അടിച്ചേൽപ്പിക്കുന്നതെല്ലാം നമ്മൾ തന്നെയാണ്, എല്ലാത്തിൻ്റെ ഉത്തരവാദി നമ്മളാണ് എന്ന് വളരെ കൃത്യമായി സയൻറ്റിഫിക്കായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. സോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. നമുക്ക് നമ്മുടെ ബ്രെയിനാണ്, ബ്രെയിനിൻ്റെ രീതിയിൽ ജീവിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ബ്രെയിനിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം. സോ എളങ്കോ സാർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് ലഹനാൻ സാറിൽ തുടങ്ങാം. താങ്ക് യു സാർ. എളങ്കോ സാർ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു നല്ല സെഷനിലേക്ക് കയറി വന്നത്. ആ വണ്ടർഫുൾ ഐറ്റം ബ്രെയിൻ നമ്മളെപ്പോഴും തൊട്ടു തടവിക്കൊണ്ട് പോകുന്നൊരു സംഭവമാണെങ്കിലും
ഇവൻ ഇത്തരം സൂത്രപ്പണികൾ ഉണ്ടെന്ന് സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്കിതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാറ് പറഞ്ഞ ഒരൊറ്റ കാര്യം, ഒരു ചോദ്യമുണ്ടായിരുന്നു, ഈ മുസ്ലിം സഹോദരന്മാർ എങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ് ഈ തൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് എന്ന്. പാലക്കാടൊക്കെ പടിഞ്ഞാറോട്ടാണ്. അപ്പൊ സാറ് പറയുന്നു അപ്പുറത്ത് തെക്കോട്ടാണ്. അതിന്റെ കാരണം പറഞ്ഞപ്പോഴാണ് ചിരിച്ചുപോയത്. ആഫ്രിക്കയിൽ നിൽക്കുന്ന ഒരാള് അത് നേരെ കിഴക്കോട്ട് തിരിഞ്ഞാണെങ്കിൽ അവരുടെ ആ ക്ഷേത്രം അല്ലെങ്കിൽ ആ പുണ്യസ്ഥലം മെക്ക, അത് കണ്ടുകൊണ്ടാണ് ആ വശത്തേക്ക് തിരിയുന്നത് എന്ന യാഥാർത്ഥ്യത്തെയാണ് സാർ എനിക്ക് വെളിച്ചമായിട്ട് തന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, മനസ്സിലത് കൊണ്ടു. ബാക്കി ഒന്നും കാര്യമായി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാര്യം ഇത് സാർ എന്താണ് ഉദ്ദേശിച്ചത്? കാരണം ഞാൻ ഹൈദരാബാദിൽ ഉള്ള സമയത്ത്, റെയിൽവേയിലുള്ള സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം സഹോദരന്മാർ അവർ പള്ളിയിൽ പോകുമ്പോൾ അന്ന് ഞാൻ വിചാരിച്ചത് അതിനകത്തൊക്കെ ഐഡൽസ് ഉണ്ടാവുന്നതാണ്. പക്ഷെ എന്നെയും കൂട്ടിക്കൊണ്ട് പോയി. അപ്പൊ അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പം അവിടെ ഒരു ഇക്ക പറഞ്ഞു, സർ തല മൂടിയിട്ടില്ല. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ടവലെടുത്ത് കെട്ടി അവരോടൊപ്പം പോയി. സഹോദരന്മാർ എന്ത് ചെയ്യുന്നു അതൊക്കെ ചെയ്ത് ഞാനും തിരിച്ചു വന്നു. അന്ന് എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായത്, ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ കളികളല്ലേ. എനിക്ക് വേണമെങ്കിൽ തല പൊതിച്ചിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് പോകണ്ട. ഐ വോണ്ട് എക്സ്പീരിയൻസ് ഇറ്റ്. മനസ്സിന്റെ ഒരു ക്ലിക്കിൽ ഞാൻ അകത്ത് പോയി എന്താണെന്ന് മനസ്സിലാക്കി. ബീയിങ് എ ക്രിസ്ത്യൻ, ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത് ഹിന്ദു ടെമ്പിൾസിലേക്കാണ്. എന്നെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മധുര. ഒരു ദിവസം മുഴുവൻ ചുറ്റി നടന്ന് കണ്ടാലും അവസാനിക്കാത്ത ക്ഷേത്രമാണ്. അതിനകത്തെ ഈശ്വര സാന്നിധ്യം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്നു. അവിടെയും മനസ്സിന്റെ ഒരു കളിയല്ലേ. ഞങ്ങൾ 3 പേരാണ് മധുര കാണാൻ പോയത്. കൂടെ വന്ന 2 പേര് അയ്യേ നമുക്ക് ശരിയാവില്ല, അത് അവര് പുറത്തുപോയി. അവർക്ക് നഷ്ടപ്പെട്ടത് അതിനകത്തെ ചൈതന്യവും അതിനകത്തെ കൊത്തുപണികളുമാണ്. ഞാൻ കൊത്തുപണിയുടെ പുറകെയാണ് പോയത്. എന്തായാലും ഒത്തിരി സന്തോഷം സർ. മനസ്സിനെ എവിടെയൊക്കെ കൊണ്ടുപോകാം. 12,000-ഓ 60,000-ഓ ചിന്തകൾ വന്നാൽ നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം പെറുക്കിയാൽ മതി. തടയാൻ നിൽക്കണ്ട. അവൻ പോണ വഴിക്ക് പൊക്കോട്ടെ. നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം പിടിക്കുക. സാർ പറഞ്ഞ പാമ്പിന്റെ പിടുത്തം, ഞങ്ങൾക്ക് പാടുണ്ട്. ആദ്യകാലത്തൊക്കെ ഇഷ്ടംപോലെ വെള്ളപ്പാമ്പുകൾ, വെള്ളത്തിലുള്ള പാമ്പുകൾ നമ്മുടെ മുന്നിലൂടെ പോകുമ്പോൾ എൻ്റെ അച്ഛൻ അതിൻ്റെ വാലിലെടുത്ത് ഒരു ഏറെറിയുന്നതാണ്, ഇതിവിടെ കിടന്ന് തിരിയണ്ട. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ പാമ്പ് കടിക്കില്ലേ? അത് സ്പീഡിന്റെ മന്ത്രമാണ്. പാമ്പ് അറിയുമ്പോഴേക്കും നമ്മൾ വലിച്ചെറിഞ്ഞു കഴിയും, പിന്നെ നമ്മളെ കടിക്കാൻ കിട്ടില്ല. അച്ഛൻ്റെ മനഃശാസ്ത്രം, മനസ്സിന്റെ ആ ക്രിയേറ്റിവിറ്റിയാണ് അത്. അത് പറഞ്ഞ് മോൻ പിടിക്കാൻ പോയാൽ, പേടിച്ച് പിടിക്കാൻ പോയാൽ പിടിക്കുന്നതിന് മുമ്പ് കടി കിട്ടും. എനിഹോ കുറെ നല്ല ചിന്തകളിലേക്ക്, മനസ്സിൻ്റെതായ കുറെ ചിന്തകളിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട് സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. അമ്മ ചോദ്യമോ? താങ്ക് യു ഇളങ്കോ സാർ, താങ്ക് യു സബു സാർ. അതായത് സാർ ഒന്ന് വലിയൊരു പുതിയൊരു നോളജാണ് തന്നത്. അതായത് നോളജ് കൂടുമ്പോൾ ബ്രെയിനിന്റെ വെയിറ്റ് കുറയും. അതൊരു പുതിയ നോളജാണ്. താങ്ക് യു സാർ. പിന്നെ സാറ് പറഞ്ഞ എക്സാമ്പിൾ എനിക്കൊരു ഓർമ്മ വന്നത്, അതായത് നമ്മള് ഒരു ക്രൂയിസ് ഷിപ്പിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ അതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും അടുത്ത ആഴ്ച ഞാൻ ഇവിടുന്ന് പോയാൽ എനിക്കിത് കിട്ടൂലല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കൂലല്ലോ. അതുപോലെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത്. അപ്പൊ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലേക്ക് കറക്റ്റായിട്ട് നീങ്ങാൻ അത് സഹായിക്കുന്നതാണ് ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ. അതായത് അറ്റാച്ച്മെന്റ് വിത്ത് ഡിറ്റാച്ച്മെന്റ്. നല്ല ക്ലാസ് സർ, താങ്ക് യു വെരി മച്ച്. അതായത് സിമ്പിൾ ആയിട്ട് മൈൻഡ്ഫുൾനെസ്സിലേക്ക് നീങ്ങാനുള്ള ചില ടിപ്സ് ആണ് സാർ. താങ്ക് യു സർ. താങ്ക് യു മാം. ഹംസ സാറ് ഒന്ന് അഡ്മിറ്റ് ചെയ്തായിരുന്നല്ലോ. സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഷാനിദ് നമസ്കാരം സാർ. പറയും.
ഇളങ്കോ സാറിന്റെ മെരുക്കിയെടുക്കൽ ആസ്വദിച്ചു. ശരിക്കും എന്ന് പറഞ്ഞാൽ ആ മാന്ത്രിക വടി ഇളങ്കോ സാറ് തൻ്റെ ശൈലിയിലൂടെ ഇങ്ങനെ മനസ്സിലേക്ക് ഇട്ട് തരുന്നതായിട്ടാണ് തോന്നിയത്. കുറച്ചു മുമ്പ് തിരുവനന്തപുരത്ത് ഇളങ്കോ സാറിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ഒരു ഗോതമ്പ് മണി എടുത്തിട്ട് അത് വെച്ചിട്ട് അതിന്റെ സൗന്ദര്യം മനസ്സിലേക്ക് ലയിപ്പിക്കാൻ പറഞ്ഞ ആ നിമിഷം ഞാൻ ഇപ്പോഴും ഓർത്തു പോവുക. ഏതായാലും വളരെ എന്താ പറയാ, അതിങ്ങനെ നമുക്കൊരു ഒരു എന്തോ ഒന്ന് ലയിച്ചു ചേരലില്ലേ ഈ സമയം, എന്തോ ഒന്നില്ലെങ്കിൽ ലയിച്ച് അലിഞ്ഞു ചേർന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ചുറ്റുപാടിലും ആ ദൂരെയുള്ള ശബ്ദവും അടുത്തുള്ള ശബ്ദവും അങ്ങനെ ഉണ്ടല്ലോ, എല്ലാറ്റിൻ്റെയും സൗന്ദര്യവും അതിന്റെ ഭംഗിയും ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതുപോലെ അതേപോലെ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം അതിന്റെ ഓരോ അവയവത്തിലേക്കും പോയി പിന്നെ അതിന്റെ ഹോൾ മാനറിൽ അതിനെ കണ്ട് അതിനെയൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ അറിയാൻ നമുക്ക് സാധിക്കും. അറിയുമ്പോൾ അതിന്റെ ഭംഗി എത്രമാത്രം ഉണ്ട്, അതിന്റെ അനുഗ്രഹം, ദൈവം തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സ് വല്ലാതെ ഒരു വല്ലാതെ അനുഭൂതിയിലേക്ക് പോവാണ്. സ്നേഹം ഇളങ്കോ സാറിനോടും അതേപോലെ ഈ ക്ലാസ്സിൽ ഇരിക്കാൻ അവസരം തന്ന സാബു സാറിനോടും സ്നേഹം, സന്തോഷം. പിന്നെ മെക്കയെ കുറിച്ച് പറഞ്ഞത്, അതിൽ സാറിന് തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലോകത്തെ എല്ലാ ഭാഗത്തുള്ളവരും ശരിക്കും തിരിയുന്നത് എവിടെ നിന്ന് നോക്കിയാലും അവര് ഡയറക്ഷൻ പടിഞ്ഞാറ് ഭാഗത്താണ്. പക്ഷെ പടിഞ്ഞാറിന്ന് കറക്റ്റ് പടിഞ്ഞാറല്ല, പടിഞ്ഞാറിന്ന് സ്വല്പം ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു നൂല് വ്യത്യാസം ചെരിവുണ്ടാകും. അത് നമ്മുടെ കോമ്പസ് ഉണ്ടല്ലോ, കോമ്പസിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിബില എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിബില ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്തിൽ വെച്ചിട്ട് അപ്പോൾ വെസ്റ്റിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒരു തെറ്റിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ ഇത് എന്ന് പറയുന്നത് ലോകത്ത് ഏത് ഭാഗത്ത് നിന്നും, ഞാൻ പറഞ്ഞതുകൊണ്ട് കൂട്ടിച്ചേർക്കാണ്, ഏത് ഭാഗത്ത് നിന്നും ഒരു നൂല് വെച്ച് കഴിഞ്ഞാൽ, നൂല് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ നൂല് നേരെ എത്തുന്നത് ഈ മെക്കയിലേക്കാണ് എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള വിശ്വാസം. അതങ്ങനെയാണ്. എവിടുന്ന് എത്തിയാലും അത് ചുറ്റും അതിനേക്ക് ഡയറക്ഷൻ, പക്ഷെ എവിടുന്നായാലും അത് വരുന്നത് ഡയറക്ഷൻ ഒരേ ഡയറക്ഷനാണ്. പടിഞ്ഞാറ് ശകലം തെറ്റിയിട്ടുള്ള ഡയറക്ഷനാണ്. പക്ഷെ ഏത് ഭാഗത്ത് നിന്നും ഒരു നൂല് നേരെ പിടിച്ചാൽ അത് എത്തുന്നത് എവിടുന്നാലും ആ മക്കയിലേക്ക്, ആ കഅബ എന്ന് പറയുന്ന അതിലേക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ വിശ്വാസം. ഓക്കെ, എന്നാലും ഈ ഒരു സമയം എങ്ങനെയാ എന്താ പറയാ, ഈ സമയത്ത് അനുഭവിച്ച അനുഭൂതി അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപാരം. താങ്ക് യു സർ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. അത് തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. അതെ, അത്രയാണ്. റോയ് സാറേ. സാർ ബ്രെയിനിനെ കുറിച്ച് പറയാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. പക്ഷേ സാറ് പറഞ്ഞ എക്സാമ്പിൾസ്, ആദ്യം സാറ് പറഞ്ഞല്ലോ പച്ച പെയിന്റിന് കണ്ണാടി വെച്ച് എടുത്ത കാര്യം, പച്ച കളറ്. അപ്പോൾ തന്നെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തു. സാർ ഉദ്ദേശിച്ചേക്കുന്നത് ബ്രെയിനിനെ കുറിച്ച് ക്ലാസ് എടുക്കാനല്ല. അവസാനം സാർ പറഞ്ഞു നടത്തിയതും എനിക്ക് വളരെ ഇഷ്ടം. നെവർ അഡോപ്റ്റ് എനിബഡി, സ്വയം കണ്ടെത്തുക. അതായിരുന്നു സാറിൻ്റെ ഇത്. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഈ ബ്രെയിനിനെ കുറിച്ചൊക്കെ പാർട്സും ഒക്കെ അറിയാമെങ്കിലും സാറ് ബ്രെയിനിൻ്റെ പാർട്സും അവരുടെ അനാറ്റമി, അതിൻ്റെ ഓരോത്തിൻ്റെ ഫങ്ഷനും ഒക്കെ സാറ് പോയിന്റ് ഔട്ട് ചെയ്തെങ്കിലും ഒരു കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഈ ബ്രെയിനിലെ തോട്ട്സ് കൂടുന്തോറും വെയിറ്റ് കുറയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഒരു 6000 ഒക്കെ ഉള്ളെങ്കിൽ ഇനി കുഴപ്പമില്ലാണ്ട് കൊണ്ടെടുക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വളരെ ഒരു തമാശയായിട്ട് തോന്നിയെങ്കിലും അതിൻ്റെ ഇത് സാറിൻ്റെ ക്ലാസ്സുകളിലൂടെ മനസ്സിലായത്. അതുപോലെ തന്നെ ഉദയനാഥ് സാറുമായിട്ട് ഒരു പ്രോണറിൽ പോയ വിവരം പറഞ്ഞതും ഒക്കെ ഭയങ്കര ലൈഫ് റിലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഇതിൽ കൂടുതൽ സാർ പറഞ്ഞു തരല്ല. അപ്പോൾ സാർ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ കേൾവിക്കാരായി ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സാറിൻ്റെ ഓരോ കാഴ്ചപ്പാടുകളും. ഏതായാലും ഇന്നതുപോലെയൊക്കെ മനസ്സിലാക്കണം കേൾക്കുന്നവരെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സാർ പറയുന്നതൊക്കെ വളരെ ആപ്റ്റായിട്ടുണ്ട്. ഓക്കെ സാർ. പിന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷനും പാർട്സും ഒക്കെ അതിലല്ല ഇമ്പോർട്ടൻസ്. പക്ഷെ ബ്രെയിന് എന്ന് പറയുന്നതിനെ നമ്മൾ കാണുന്നതിൽ നിന്നും ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം
ബ്രെയിനിൻ്റെ ആ ഒരു ഫങ്ഷനാണ് വെള്ളത്തിന് മുകളിലൂടെ പൊങ്ങിക്കിടക്കുന്നതും മറ്റതൊക്കെ എന്ന് പറഞ്ഞത് എനിക്ക് ശരിക്കത് ഉൾക്കൊള്ളാൻ പറ്റി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, രമാവതി മാം പറഞ്ഞു. സാബു സാർ, എളങ്കു സാർ. സാറ് നമ്മളെ ബ്രെയിനിനെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ആക്കി തീർത്തു. അത് പറയുമ്പം സാറ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മള് പാമ്പിന്റെ ഒന്നിച്ച് പാമ്പ് വേലായുധന ഇങ്ങനെയെല്ലാം കാര്യം പറഞ്ഞല്ലോ സാറേ. കുറെ ആൾക്കാർ ഉള്ള വീട്ടിൽ ഒന്ന് ജീവിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഡ്രൈവറെ പോലെ, അതായത് ബ്രെയിനിന് അത്രക്കും പെർഫെക്റ്റ് ആയി വെച്ചില്ലെങ്കിൽ അവരെല്ലാം ഒന്നിച്ച് നല്ല ഇതായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഓരോ ചിന്താഗതിയും അവരുടെ സംഭവങ്ങളെല്ലാം വേറെ വേറെ ആയിരിക്കും. അതെല്ലാം ലെവലാക്കിയിട്ട് അവരൊന്നിച്ച് കൂടിയിട്ട് ഒരു അവസരങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകണമെങ്കിൽ നല്ല പണിയാണ്. അതുപോലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഈ പൗലോ കൊയ്ലോന്റെ ഒരു കഥയുണ്ടല്ലോ, അതിൽ ചിരാഗിലാറ്റ എണ്ണ കൊടുത്തിട്ട് കുട്ടീനോട് പറയാണ് ഈ ചിത്രഭംഗിയെല്ലാം അമ്പലത്തിൽ ചുറ്റിയിട്ട് ഇതാക്കിയിട്ട് വരുമെന്ന്. അപ്പോൾ അതിൽ ഇതെന്നെ നോക്കിയിട്ട് ഈ കുട്ടി എണ്ണ മറിയാതിരിക്കാൻ വേണ്ടി നോക്കിയിട്ട് ആസ്വദിച്ചോ? ഇല്ല, എണ്ണ മറിയുന്നുള്ള പേടിയിൽ ഞാൻ ആസ്വദിച്ചില്ല. എന്നാ പിന്നെ ഒന്നും കൂടി നോക്കുമ്പോൾ പറയുമ്പോൾ ആസ്വദിച്ചു, പക്ഷെ എണ്ണ മറിഞ്ഞു പോയി എന്ന് പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം. അപ്പൊ പറയുന്ന അത് ശരിയല്ല, ഇത് രണ്ടും കൂടി നടക്കണം എന്ന് പറയുമ്പോഴാണ് ആ കുട്ടി ശ്രദ്ധിച്ചും കൊണ്ട് ആസ്വദിച്ചത്, ഇങ്ങനെ മറിയാതെ. അതുപോലെ ബ്രെയിനിന് പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം എല്ലാ കാര്യങ്ങളും സാറയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും നല്ലൊരു ക്ലാസ് ആണ് സാറേ. കാരണം ബ്രെയിനിന് ഭാരം കൊടുക്കും തോറും അത് വെയിറ്റ് കുറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ ഒരു ഇതാണ്. കാരണം ഓരോ കാര്യങ്ങൾ സാറ് പറയുമ്പം സാറിൻ്റെ ആ ഒരു ക്ലാസ് തന്നെ എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു ടോക്ക് ഉണ്ടല്ലോ സാറേ, ക്ലാസ് എടുക്കുന്ന രീതി, അതും എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതുപോലെ തന്നെ മെഡിറ്റേഷൻ, എനിക്ക് തോന്നുന്നു സാറേ ഈ ബ്രെയിനിന് ഈ മെഡിറ്റേഷൻ്റെ സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിലാവും. എന്താ പറഞ്ഞാൽ നമ്മൾ ചെയ്യിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ നമുക്ക് ചിന്ത വന്നുകൂടാന്നില്ല. പക്ഷെ നമ്മൾ അതൊരു ഗ്രൂപ്പിനെല്ലാം ചെയ്യിക്കുമ്പോൾ അവർ നമ്മളനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ എവിടെയും പോകില്ല അവരുടെ ചിന്ത. അത് സാറിപ്പോൾ നമ്മളെല്ലാവരും ചെയ്യിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സാറ് പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമായിരുന്നു. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു സാബു സാർ. താങ്ക് യു സാർ. താങ്ക് യു. മനോജ് സാർ. ലങ്കോ സാർ, സാർ ഇപ്പോൾ സാർ ഇന്ന് നമ്മുടെ ബ്രെയിനിൻ്റെ എന്താണ് ബ്രെയിനിനെ മെരുക്കിയെടുക്കുന്ന കാര്യം പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ ഈ നമ്മളുടെയൊക്കെ ഈ ഒരിക്കലും അടങ്ങാത്ത ഈ ചിന്തകളും ആർത്തിയും ആഗ്രഹങ്ങളൊക്കെ കാരണം മനസ്സും ബ്രെയിനും ഒന്നും നിറഞ്ഞിരിക്കുകയല്ലേ സാർ. അപ്പോൾ അത് കാരണമാണ് ഇതൊന്നും അല്ലേ നടക്കാതെ പോകുന്നത്. നമ്മളൊക്കെ എപ്പോഴും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നും നാളെയൊന്നും ഇന്നത്തെ കാര്യം പോലും ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല. കഴിഞ്ഞുപോയ വേസ്റ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ സാബു സാറും അതാ പറഞ്ഞത്. അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന അതിനെക്കുറിച്ച് പേടിച്ചിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് കിട്ടാതിരിക്കുന്നത്. അപ്പം സാറ് പറഞ്ഞത് ഈ ഡിറ്റാച്ച്മെൻറ്റ് ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ പ്രാക്ടിക്കലായിട്ട് കുറേ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കണം. നമുക്കതൊന്നും പറ്റുന്നില്ലല്ലോ സാർ. എപ്പോഴും ഇനിയും വേണം. അല്ലെങ്കിൽ നമ്മുടെ ഈ പണ്ടുപോലെയുള്ള നമ്മുടെ കാരണവന്മാരൊക്കെ പഠിപ്പിച്ചത് അതാണല്ലോ, സമ്പാദിച്ചു കൂട്ടുക, ഇനിയും വേണം, എന്നാൽ ഇത്രയും മതി ഉള്ളത് കൊണ്ടൊക്കെ അടങ്ങി മര്യാദയ്ക്ക് ജീവിക്കാൻ ആരും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ഈ മതങ്ങളും എവിടെ ചെന്ന് കഴിഞ്ഞാലും പുരോഹിതന്മാരും ഒക്കെ പഠിപ്പിക്കുന്ന അതാണല്ലോ. അപ്പം ഇങ്ങാഞ്ഞ് നടക്കുന്നത്. എന്നിട്ട് എല്ലാവർക്കും മൈൻഡ്ഫുൾനെസ് വേണം താനും, അതാണ് വേറൊരു കാര്യം. അപ്പം ഇതൊക്കെ ഇല്ലേ സാറ്, ഐ അക്സെപ്റ്റ് 100%. സാർ പറഞ്ഞതെല്ലാം എന്താണ് പരമസത്യങ്ങളാണ്. നമുക്ക് ഇത് ഈ എപ്പോഴും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാത്ത എത്രത്തോളം പ്രായോഗികമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളാരും ചിന്തിക്കുന്നില്ല. കാര്യം ഇതാണ്, എപ്പോഴും നമ്മൾ വെട്ടിപ്പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്കിത് മതിയെന്ന് ഞാൻ ഒരു മൊമെന്റിൽ പോലും ഒന്നും പറയുന്നില്ല. ഇനി എനിക്ക് വേണം, സമ്പത്ത് വേണം,
ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാൽ പോലും നമ്മൾ ചില പാർട്ടികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേകിച്ചും ബൊഫേ സിസ്റ്റം ഒക്കെ വിളമ്പ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പം ഇത് കാരണമാണ് അവിടെ പോലും മനസ്സമാനം ഉള്ളെന്നുള്ളതാണ് അല്ലേ. നമുക്ക് മനഃശാന്തിയിലൂടെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. അപ്പം ഈ പറഞ്ഞ ഇന്നലത്തെ കാര്യം അല്ലെ ഇന്നത്തെ കാര്യം ഒക്കെ ചിന്തിച്ച് മനസ്സമാധാനമില്ലാതെ എങ്ങനെയോ വോയിസ് ബ്രേക്ക് ജനിച്ച് ആവുന്നു. എങ്ങനെയോ മരണപ്പെടുന്നവരാണ് നമ്മുടെ ഈ മനുഷ്യജീവിതങ്ങളൊക്കെ. കാരണം ഇതാണ്. അപ്പം എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് പറ്റുന്നത് തീരെ കുറവല്ല സാർ. ഒന്നാമത് ഈ ജോലി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ജോലി തന്നെ ഏറ്റവും വലിയൊരു ഒരു നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും പറ്റത്തില്ല. ഈ ഓഫീസിലെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അണ്ടർ വർക്കിംഗ് അണ്ടർ പ്രഷർ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെ ഒരു സൈസ് ഒന്ന് മോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി നമ്മൾ അത്യന്ത പരിശ്രമം നടത്തിയാൽ മാത്രമേ പറ്റുന്നുള്ളൂ. നമുക്കിത് വളരെ സിമ്പിളാണെന്ന് തോന്നുന്നില്ല. എല്ലാവരും പറയും ബി ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം സാർ പറഞ്ഞാണ് അതിൻ്റെ മെരുക്കിയെടുക്കുക, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ബ്രെയിൻ സംബന്ധിക്കാതെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല സാർ. നമ്മുടെ ചിന്തകൾ പോലും അല്ലേ, അതാണല്ലോ അതിൻ്റെ ആക്ടിവിറ്റീസിൽ കൂടെയാണ് ഈ നമ്മുടെ 5 സെൻസസിൽ കൂടെ വരുന്ന പുറം ലോകത്തെ കാര്യങ്ങളെല്ലാം നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അട്രാക്റ്റീവ് വെളിയിലാണല്ലോ സാർ. സാറ് പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ വല്ലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കി അവിടെ കാണുന്ന ഒരു ശാന്തതയെക്കുറിച്ച് ഒക്കെ പറയുന്നേ ഉള്ളെങ്കിലും പക്ഷെ നോട്ടം എപ്പോഴും വെളിയിലോട്ടാണ്. അവിടുന്ന് എന്തെല്ലാം കിട്ടാം, അവിടുന്ന് ഇനി എനിക്ക് എന്തെല്ലാം കിട്ടാം എന്നൊക്കെയാണല്ലോ നോക്കുന്നത്. അപ്പോൾ അത് കാരണം മനസ്സമാധാനം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴെങ്കിലും സാറ് പറഞ്ഞ വളരെ എനിക്ക് എൻ്റെ പാഷൻ അനുസരിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ തിരിച്ചറിവാണ് സാറേ, ഇല്ലേ? ശരിക്കും നമ്മളെപ്പോഴും ഇപ്പം ഈ ജീവിക്കുന്നത് തന്നെ പലരെയും പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ്. വീട്ടിലാണെങ്കിൽ മുടിച്ച അഡ്ജസ്റ്റ്മെൻറ്റ്, ഓഫീസിൽ ചെന്നാൽ അതിലും വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്, നാട്ടിലിറങ്ങി അതിനേക്കാളും വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ മാത്രമല്ല, നമുക്ക് നമ്മളായിട്ട് ജീവിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ സാർ. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ സാറിനെ പോലെ ഇതുപോലെ ഇങ്ങനെ പറയുന്നവരിൽ ചിലപ്പോൾ ഇതൊക്കെ വെറും ഇതിനൊക്കെ തെളിവ് എവിടെ, അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ലെന്ന് പറയുന്നവർ സാറിനെ കേട്ടിട്ട് ഒരു പക്ഷേ ഇപ്പം നമ്മളിതിനകത്ത് ഇരിക്കുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ സാറിൻ്റെ ക്ലാസ്സിൽ പോലും ഒരു പങ്കെടുക്കുന്നതിനൊക്കെ ഒരു ആകാംക്ഷ ഇതാണ് ശരിക്കും പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു പുതിയ കാര്യം സാറ് പറയും. നമുക്ക് ഇപ്പം ബ്രെയിനൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണല്ലോ സാറേ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കാര്യം നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റൊട്ടീനിൽ നിന്ന് മാറി പുതിയൊരു കാര്യം ഒരു ദിവസം പഠിച്ചാൽ തന്നെ ബ്രെയിനിന് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ സാറേ പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് അതെ, പണ്ടത്തെ ആൾക്കാർ ഇതിനൊന്നും സമ്മതിക്കത്തുമില്ല. ഇപ്പം ഈ നമ്മുടെ പഠിക്കുന്ന കുട്ടികളോട് ഈ പഠിക്കുന്ന അല്ലാതെ അവർ സ്കൂളിൽ ചെന്നാൽ ഇത് കേൾക്കുന്നത്, വീട്ടിൽ വന്ന അമ്മ പറയുന്നത് ഇത്, അപ്പൂപ്പൻ പറയുന്നത് ഇത്, അമ്മാവൻ പറയുന്നത് ഇത്. അപ്പോൾ ഈ കുട്ടികൾക്ക് പോലും ഒരു മനസ്സമാനം കൊടുക്കാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഈ പഠിപ്പിക്കലൊന്നും ഇതെന്തോ സാർ, ഈ സ്കൂളിൽ തന്നെയാണെങ്കിൽ ഇതിപ്പോൾ പഠിച്ചിട്ടിപ്പോൾ പലരും ഇപ്പോൾ 12ാം ക്ലാസ്സും ഡിഗ്രി കഴിഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്ക് പോലും ഒരു വിവരമില്ല. ഈ പഠിക്കുന്നത് പോലും ഒരു ബേസിക് ക്വസ്റ്റ്യൻ സാറ് പറഞ്ഞതിലോട്ടൊക്കെ ഞാനും വരും. ഒരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും അതിന് ഉത്തരം പറയാൻ അറിയത്തില്ല പലർക്കും. ഞങ്ങളൊക്കെ ഈ ഒരുപാട് ഇൻ്റർവ്യൂ എടുക്കുന്നതാണ് പ്രത്യേകിച്ച് ടെക്നിക്കൽ ഫീൽഡിൽ. വളരെ സിമ്പിളായിട്ടൊരു കാര്യം, ഈ വരുന്ന ആളൊക്കെ പോലും സാറേ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരാ. അത് കാരണം നമ്മളും വലിയ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഈ ഗ്രാജുവേഷനോ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേരുടെയൊക്കെ ഒരു തരത്തിലുള്ള ഒരു അവബോധമോ ലോകത്തെക്കുറിച്ച് തന്നെ അറിയത്തില്ല. അവരെക്കുറിച്ച് തന്നെ പോലും അറിയത്തില്ല. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കൂടി വരുന്നവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ സാറേ മൈൻഡിനെ അറിയുക എന്നോ ഇങ്ങനെയുള്ള ഈ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നതിൽ അതിൽ കൂടെ ഒക്കെ പോകുന്നവർ വട്ടന്മാരാണെന്നാണ് വീട്ടിലുള്ളവർ പോലും പറയുന്നത്. നമ്മളെയൊക്കെ വട്ടന്മാരുടെ കൂട്ടത്തിലാണ് പലരും കൂട്ടിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട്. ഇതിനകത്തൊന്നും ഇല്ല, നിങ്ങൾക്കൊക്കെയാണ് വലിയ അസുഖം, അതുകൊണ്ട് നിങ്ങൾ പോയി വേണേൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ ഇപ്പോഴുണ്ട് സാറേ ഒരുപാട്. കാര്യം ഇതാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധമില്ല. ഇനി വെട്ടുപിടിക്കണമെന്നും ലോട്ടറി എടുക്കണമെന്നും കോടികളെ കുറിച്ച് മാത്രമാണല്ലോ ഈ സങ്കല്പങ്ങൾ. അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള അവബോധമൊക്കെ തീരെ കുറവ്. അതുകൊണ്ട് മനസ്സമാധാനം കിട്ടുന്നില്ല, എത്തേണ്ടടുത്ത് പോലും എത്തുന്നുമില്ല. അപ്പോൾ സാറ് പറഞ്ഞ ഈ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ 110% ഞാൻ യോജിക്കുന്നുണ്ട്.
സാറിൻ്റെ ഇതുപോലെ അടുത്ത വർഷം സാർ ഇന്ന് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് മിസ്സായെന്നാണ് സാറ് തന്നെ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സാധനത്തെക്കുറിച്ചുള്ള ഒരു സെക്കൻഡ് വേർഷൻ സാറ് അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കും സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ സാർ, താങ്ക് യു. മനോജ് സാറേ, അതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബ്രെയിൻ അങ്ങനെ സമ്മതിച്ചു തരുമൊന്നുമില്ല. പുള്ളി നിർബന്ധിച്ചാൽ കൂടെ പോരും. അതുകൊണ്ടാണല്ലോ സാറ് കറക്റ്റ് വേർഡ് പറഞ്ഞു. മെരുക്കിയെടുക്കുക, ആനയെ മെരുക്കിയെടുക്കുന്നതിനേക്കാളും പാടായിരിക്കും സാബു സാറേ. ചുമ്മാ അല്ലേ? വെച്ചാൽ പോരത്തൊന്നുമില്ല. അതെ. മനോജ് സാറ് സാർ പറഞ്ഞു ടീമിങ് എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ടീം ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഈ ചിന്തകളെ കണ്ട് വേണ്ടാന്ന് നോക്കാൻ പറ്റുമോ സാറേ? ഒന്നിനു പുറകെ ചിന്തകളെല്ലാം കൂടെ ഒരുമിച്ചും വരത്തില്ല. കറക്റ്റ് അല്ലേ? പിന്നെ ഇളങ്കോ സാറേ, ഇറ്റ് വിൽ കം ഓൺലി വൺ ബൈ വൺ. നമ്മളെ ചിന്തകളെല്ലാം കൂടെ ചിലർ പറയും തലക്ക് കൈ കൊടുത്തൊക്കെ ഉണ്ട്, ഞാൻ ചിന്തകളാൽ മൂടപ്പെട്ടിരിക്കുന്ന പറയും. ഒരു മണ്ണാങ്കട്ടയില്ല, ഒരു ചിന്ത ഒരു വരത്തുള്ളൂ. ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ സാറേ. വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം. സാബു സാറ് പറഞ്ഞത് ഞാൻ യോജിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും നമുക്ക് അറിയില്ലല്ലോ സാബു സാറേ. അതെ അതെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ഒന്നിരുന്ന് കേൾക്കാനുള്ള മനസ്സുള്ളവരില്ല. 5 മിനിറ്റ് ഇങ്ങനെയുള്ളത്തെ കാര്യം അത് തന്നെയാണ്. ഇവർക്ക് നല്ല ജിമ്മിൽ പോകാൻ സമയമുണ്ട്, പിസ്സ വാങ്ങാൻ സമയമുണ്ട്, KFC കഴിക്കാൻ സമയമുണ്ട്, ശരീരത്തെ പുഷ്ടിപ്പെടുന്ന എല്ലാം വാങ്ങിച്ച് കഴിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ ഈ മനസ്സിന് എന്തെങ്കിലും ഒരു ശാന്തി ഇരുന്ന 1 മിനിറ്റത്തെ കാര്യം പോലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വട്ടന്മാരായി. സാർ ആണോ അലങ്കോ? മനോജ് സാർ പറഞ്ഞത് ചില കുട്ടികൾ അങ്ങനെ ബ്രെയിൻ പ്രവർത്തിക്കുന്നവരുണ്ട് സാർ. ഒരു പെൺകുട്ടീനോട് ഇന്റർവ്യൂവിന് ചോദിച്ചതാണ്, നിന്റെ നേരെ മുമ്പിലോട്ട് ഇങ്ങനെ ഒരു പുലി ഇങ്ങനെ ഓടി വരിക, എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ സാറേ, എല്ലാം പുലി ചെയ്യൂലേന്ന്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. മാഡം പറഞ്ഞ പൗലോ കോലോ പറഞ്ഞ എന്താണ് ഓൾക്കെമിസ്റ്റിലെ മറ്റേ എണ്ണ താഴാതെ കൊട്ടാരം പോയ കഥയൊക്കെ ശരിയല്ലേ? അതൊക്കെ മൈൻഡ്ഫുൾനെസ് ആണ് പറഞ്ഞു മാഡം. അപ്പോൾ ഈ വരുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. സ്കൂളിൽ ഇതൊന്നും പഠിപ്പിക്കില്ല. അവർക്ക് സയൻസും സോഷ്യൽ സ്റ്റഡീസും പണ്ട് സാഹിബന്മാർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതേ കാര്യം, വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളായി പഠിപ്പിച്ചത് മുഴുവൻ വിടുന്നു. ഇപ്പോഴെന്തുകൊണ്ടൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയായിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ. ജീവിതത്തെക്കുറിച്ച് അറിയാനായിട്ട് ഒരു കാര്യവും ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒന്നും പഠിപ്പിക്കുന്നില്ല. വെറും എന്താണ് കുറേ ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഹിസ്റ്ററിയൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതൊക്കെ വേണ്ട. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്നിട്ട് അവരെ കുറ്റം പറയുകയും ചെയ്യുന്നുമുണ്ട്. കാണിക്കുന്ന മുഴുവൻ അവസാനം അവർ പോയി കടുങ്കൈ ചെയ്യുന്നുമുണ്ട്. സർ, ബറാക്ക് ഒബാമ ഒരു മൈൻഡ്ഫുൾനെസ് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് നാട്ടിൽ പറഞ്ഞ ആരും കേൾക്കില്ല എന്ന് പറഞ്ഞാണ് യെസ് ഐ ക്യാൻ, യെസ് വി ക്യാൻ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിനാണ് പുള്ളി ചെയ്തത്, പുള്ളി പ്രസിഡന്റ് ആകാൻ വേണ്ടി. അപ്പോൾ അതെ. എന്താന്ന് പറഞ്ഞാൽ നീ നിന്റെ ബ്രെയിനിൽ കുറേ ഇൻപുട്ട് കൊടുക്കുക, ആ ഇൻപുട്ട് അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. യെസ്. ഇപ്പം തന്നെ സാർ ഡൊണാൾഡ് ട്രംപിനെ എടുത്ത് നോക്കുക. ഡൊണാൾഡ് ട്രംപ് ഭ്രാന്തനാണെന്ന് പലരും പറഞ്ഞാലും അയാളെ ഫോളോ ചെയ്യാൻ കുറേ പേരുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഹീ ഈസ് ഡൂയിങ് വൺ വേ റൈറ്റ് തിങ് ഫോർ ഹിം. പുള്ളി ഫോർ ഹിസ് കൺട്രി. ശരിയാണ്. യെസ്. കൺട്രിയും ഹീ ഈസ് എ ബിസിനസ് മാൻ. എൻഡ് ഓഫ് ദ ഡേ ഹി വാണ്ട്സ് ഹിസ് ബിസിനസ്, എൻഡ് ഓഫ് ദ ഡേ ഹി വാണ്ട്സ് ഹിസ് കൺട്രി ടു ഗ്രോ. അതിന് എന്ത് ക്രൂക്കഡ് തിങ് ചെയ്താലും ഞാൻ മുമ്പോട്ട് പോകും ഒന്ന് പുള്ളിയുടെ ബ്രെയിനിൽ പുള്ളി ലോഡ് ചെയ്യുകയാണ്. ഹീസ് ടേമിങ് ഹിസ് ബ്രെയിൻ ആൻഡ് ഹീസ് മേക്കിംഗ് ഹിസ് കൗണ്ടർ പാർട്ട് ആർ ക്വാർട്ടറി ടു ആൾസോ ഫീൽ ദ സെയിം. ഞാൻ അങ്ങനെ എടുത്തുള്ളൂ. ഞാൻ എടുത്ത തെറ്റായിരിക്കാം, മനോജ് സാറാണ് ഇല്ല പറയുന്നത്. സാർ, 100%. അല്ലല്ല, ഇപ്പൊ സാറ് ഒബാമയുടെ കാര്യം പറഞ്ഞില്ലേ സാറേ? ഹി വാസ് എ ഗുഡ് NLP പ്രാക്ടീഷണർ. NLPയുടെ Okay. ഭയങ്കരമായ കോഴ്സുകൾ ചെയ്തിട്ട് ഹി യൂസ് ടു അഡാപ്റ്റ് ഇൻ ഹിസ് ഓഫീസ് NLP. പല Okay. ടെക്നിക്കുകളും ഹി യൂസ്ഡ് ഇറ്റ് വെരി സ്മാർട്ട്ലി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് പുള്ളിയുടെ ഭരണത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹി ഹിംസെൽഫ് വാസ് റിവീൽഡ് ഇൻ മെനി ടൈംസ്. അപ്പോൾ ഇതല്ലേതാണല്ലോ സാർ ഇപ്പോൾ ഈ വന്ന കാലഘട്ടത്തിൽ നമുക്ക് ചിലർ പറയുന്നത് എന്താണ് ഭ്രാന്തായിട്ടൊക്കെ തോന്നും. പക്ഷേ അതെ. ഇപ്പോൾ ഇളങ്കോ സാറ് പറഞ്ഞ മാതിരി സോ ദേ ആർ ട്യൂൺഡ് ഇൻ ടു ദാറ്റ്. അപ്പം നമ്മുടെ മുന്നിൽ ശരിയെന്ന് തോന്നുന്നു മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ.
അല്ല അതിന്റെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേണകം പൂട്ടിയ കുതിര പോലെയാണ്. ഇങ്ങനെ വന്നാൽ യെസ്, ഇങ്ങനെയേ പോകാവൂ, അതെ അകത്ത് വന്നാൽ യു ആർ റൈറ്റ് അതർവൈസ് റോങ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് വി ആർ അതെ നോട്ട് തിങ്കിങ് ഫ്രം ദെയർ സൈഡ്. അതെ അയാൾ അതെ ഈ അയാളുടെ ചേഞ്ചസ് സൈഡ്. സാറേ ആരും അതെ ഈ ചേഞ്ച് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതോട് താരതമ്യപ്പെടാനാണ് പലർക്കും പറ്റാത്തത്. ദേ ആർ ഓൾവേസ് ഇൻ ദ ട്രഡീഷണൽ വേ. ദേ ഡോണ്ട് വാണ്ട് ടു എനി ന്യൂ തിങ്സ്. അതെ നമുക്കറിയാം ചിലർ ഭക്ഷണം കഴിക്കുന്നത് പോലും പ്ലേറ്റ് മാറിയാൽ അവർക്ക് പ്രശ്നമാണ്. അതെ ശരിയാണ് സർ. പ്ലേറ്റ് മാറിയാലേ അങ്ങനെ ഉള്ളവരുണ്ട്. ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒരൊറ്റ ഒരു 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 സൂചിക്കുഴലിൽ കൂടെ മാത്രം കാണുന്നതാണ് ഏറ്റവും പ്രശ്നം. അല്ല നമ്മളെ അങ്ങനെ അഡാപ്റ്റബിലിറ്റി തീരെയില്ല. നമ്മുടെ എൽഡേഴ്സ് അങ്ങനെ പഠിപ്പിച്ചു പോയി സർ. അതാണ് ഇപ്പം അത് ഞാൻ തീർച്ചയായിട്ടും എൽഡേഴ്സ് പഠിപ്പിച്ചതല്ല അതുകൊണ്ട് അത് നമ്മുടെ ബ്രെയിനിൽ കിടക്കുക. അത് മാറ്റാത്തടത്തോളം കാലമുണ്ടല്ലോ സാറേ. മനുഷ്യരാശി തന്നെ അവർ പറഞ്ഞതും തെറ്റാണെന്നും പറയുന്നില്ല, പക്ഷെ ശരിയുണ്ടല്ലോ. ഇപ്പോഴും ശരിയില്ല. ഈ കാലത്തെല്ലാം നമ്മൾ പിള്ളേരെ കുറ്റം പറയും, അവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നാണ് പല വീട്ടിലുള്ള ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. കുട്ടികളിൽ നിന്ന് എല്ലാം ഞാൻ ഇളങ്കോ സാറ് പറയും ഭയങ്കര ഇഷ്ടപ്പെട്ടു സാറെന്ന് പറഞ്ഞത്. എത്ര പേർക്ക് നമ്മളോടൊക്കെ ഈ അഭിപ്രായം യോജിക്കാന്നുള്ളത് വേറെ കാര്യമാണ്. ഈ യൂട്യൂബിൽ കൂടി ഇങ്ങനെയുള്ള അവയർനെസ്സുകൾ രണ്ടിടത്ത് എത്തണം. യെസ് മാഡം. ക്ലിയർ ആവുന്നില്ല, ഇടയ്ക്ക് കട്ട. അത് നല്ല മെസ്സേജസ് നെറ്റിന് എപ്പോഴും എന്തോടെ പ്രശ്നം? നല്ല മെസ്സേജസ് എപ്പോഴും ചെറിയ ഡിസ്റ്റർബൻസ് കാണും. നമ്മുടെ ഡ്യൂട്ടിയാണ് എക്സ്ട്രാ കോൺസെൻട്രേഷൻ ചെയ്ത് ആ മെസ്സേജിന് റിസീവ് ചെയ്യേണ്ടത്. സാറേ, ഞാൻ ആദ്യമായിട്ട് മൈൻഡ്ഫുൾനെസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ ആ ആ സാർ എന്താ ചെയ്തെന്നറിയാം? ആദ്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്തിരി, അതായത് ഗ്രേപ്സ്, ഉണങ്ങിയ ഉണക്ക മുന്തിരിയാണ് തന്നത് എല്ലാവർക്കും. എല്ലാവരോടും പറഞ്ഞ് അത് കൈ പിടിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നവരാണ് വായിലിടുന്നത്. അങ്ങനെ വായിലിട്ടിട്ട് പറഞ്ഞ് ആരും ചമയ്ക്കാൻ പാടില്ല. അങ്ങനെ ശരിക്കും അന്ന് അത് ശരിക്കും എന്റെ ബ്രെയിനിലവിടെ ശരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്നാണ് ശരിക്കും മുന്തിരിയുടെ ശരിക്കും ടേസ്റ്റ് അറിയുന്നത്. കറക്റ്റ് വളരെ സ്ലോയിൽ ആസ്വദിച്ചു. അതാണ് ശരിക്കും മൈൻഡ്ഫുൾനെസ്. പക്ഷെ നമുക്കാർക്കും സമയമില്ല, എല്ലാരും തിരക്കിലാണ്. നമുക്ക് വേണ്ടി നമ്മൾ കുറെ സമയം ചെലവ് ചെയ്താൽ നമ്മൾ നന്നാവും. അതാണ് മാഡം ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് അതായത് സ്ലോ നല്ല ചവച്ചരച്ചിട്ട് നല്ല രീതിയിൽ കഴിക്കണം എന്നെല്ലാം പറയുമ്പോഴും ഒരു 20 മിനിറ്റ് വരെ സമയം എടുക്കണം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ. എന്താ പറഞ്ഞാല് നമ്മളെ ബ്രെയിനിന് അത് നമ്മളോട് അധികം കഴിച്ചുകൂടാന്ന് പറയേണ്ട സമയം അതാണ് പോലും. 20 മിനിറ്റ് ആകുമ്പോ അത് അതിന് സമയം കഴിക്കാത്തോണ്ടാണ് അധികം കഴിച്ചു പോകുന്നത്. അല്ല ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇളങ്കോ സാർ, നമ്മുടെ ഈ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഡെയിലി ഈ നമ്മുടെ ജിമ്മിൽ പോയി ജിം അടിക്കുന്ന പോലെ വെയിറ്റ് എടുക്കുന്ന പോലെ നമ്മൾ ഈ മാനസിക ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് അതുപോലുള്ള എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ സാർ? ഐ ഡോണ്ട് നോ. ആരും ചെയ്യുന്നില്ല സർ. സർ ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഈ മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് ഇതിൻ്റെ വി ആർ സ്റ്റിൽ ഇൻ ദ പ്രിമിറ്റീവ് സ്റ്റേജ്. ഞാൻ ഇന്ന് ISROനെ കുറിച്ച് കുറേ കാര്യങ്ങൾ വായിക്കുമായിരുന്നു. 1962 ISROയുടെ പഴയ പേര് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സയൻസ് റിസർച്ച് അങ്ങനെ എന്തോ ഒരു INSR അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു. നെഹ്റുയുടെ മുമ്പിലാണ് വിക്രം സാരാഭായ് ചെന്ന് പെർമിഷൻ ചോദിച്ചപ്പം നെഹ്റു ആദ്യം പെർമിഷൻ തന്നില്ല. പിന്നെ വിക്രം സാരാഭായ് അദ്ദേഹത്തിൻ്റെ ഫുൾ സ്വത്തുകളും ഞാൻ ഡിവോട്ട് ചെയ്തോളാം, നിങ്ങൾ പെർമിഷൻ മാത്രം തരുമെന്ന് പറഞ്ഞ് തന്ന്. അങ്ങനെ 1969 നമ്മൾ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി. വിത്തിൻ 5 to 6 years. ഇങ്ങനെയൊക്കെ കുറേ അതിനെക്കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 1967 69 ISRO എന്ന പേരിലോട്ട് മാറിയെന്ന്. 1962 അപ്പോൾ ഇതിലെല്ലാം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവരും ഒരു ഫിക്സഡ് തിയറി ഉണ്ട്. ഇന്ത്യ അണ്ടർ ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി, വി മെ നോട്ട് ഏബിൾ ടു ഗ്രോ ഇൻ സയൻസ്. നമ്മൾ ആദ്യം ആഹാരം കഴിക്കാൻ
അന്ന് സത്യമാണ് 75 78കളിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് പഞ്ചം എന്ന് പറയുന്ന വല്ലാത്ത കാര്യം അമേരിക്കൻ ഫുഡാണ്. സ്കൂളിലൊക്കെ വരുമായിരുന്നു. അവർ ഒരു ഗോതമ്പ് ചെറിയ ചെറിയ പൊട്ടികളും ഒരു ഓയിൽ ടിന്നും ആണ് അവർ യുനെസ്കോ യുണൈറ്റഡ് നേഷൻ ചൈൽഡ് യുനിസെഫിലിരുന്ന് കൊടുത്തു വിടും. അത് ഞാൻ വെച്ചാണ് കഴിച്ചിട്ടുണ്ട് സാറേ, അത് ഞാൻ ആ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അതെ. അപ്പം അങ്ങനെ ഇരുന്ന് അല്ല, ഞാനും ആ ഡബ്ബ വെച്ചാണ് ഞാൻ സ്വിമ്മിങ് പഠിച്ചത്. ഞാൻ സ്വിമ്മിങ് അത് തോളത്ത് കെട്ടിയിട്ട് എന്താ പറയുക, നല്ല നല്ല ക്ലോസ്ഡ് ക്യാപ്പാണ്. അപ്പം ആ കഥകളൊക്കെ ഓർക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ സയൻസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ബട്ട് വി വർ ഹാവിങ് ഓൾ ദ സ്ട്രെങ്ത് ആൻഡ് തിങ് അതിലാണ് ഞാൻ കുറച്ചുകൂടെ അഡിക്റ്റ് ആയത്. എന്താന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ വിക്രം സാരാഭായ് ഒരു വളരാത്ത ഒരു കൺട്രിയിൽ ഇത്ര ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് ഹി ഹാസ് ടേംഡ് ഹിസ് ബ്രെയിൻ ദാറ്റ് ഐ ക്യാൻ ഡു എനിത്തിങ്, ഇന്ത്യ ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പുള്ളി ചിന്തിച്ചപ്പം വെറും 5-6 വർഷം കൊണ്ട് നമ്മൾ ചന്ദ്രനിൽ പോയി. ചന്ദ്രയാൻ 1 എന്നാണ് അതിന് പേര് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോഴും ഇപ്പം ചന്ദ്രയാൻ 2 പിന്നെ വന്നപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. ഇഫ് വി ടേം അവർ ബ്രെയിൻ വി ക്യാൻ ഡു എനിത്തിങ്. അങ്ങനെയാണ് ഇപ്പോൾ ആദിത്യ വരെ നടക്കുകയാണ്. മീൻസ് നമ്മൾ മംഗൾയാൻ, ചന്ദ്രയാൻ അല്ല മംഗൾയാൻ, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ആദിത്യാനിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദിത്യ റീച്ചിങ് ടു സൺ. എനിത്തിങ് ഈസ് അല്ല, പോസിബിൾ. അതാണ് സാർ നമ്മുടെ ഈ മനുഷ്യന്റെ കേപ്പബിലിറ്റീസും മനുഷ്യനുള്ള കഴിവൊന്നും നമുക്ക് തന്നെ അറിയുന്നില്ല നമുക്ക് എന്തോരം കഴിവുണ്ടെന്ന്. അല്ല, അത് തന്നെയാണ് സർ ഞാൻ പറഞ്ഞത്. 1962 65 സയൻസിനെ കുറിച്ച് ഇന്ത്യയിലിരിക്കുന്ന ആ ജനങ്ങൾ ചിന്തിച്ചതുപോലെ ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ച് നമ്മളെല്ലാം ചിന്തിച്ചുള്ളൂ. വി ആർ സ്റ്റിൽ ഇൻ ദ പ്രിമിറ്റീവ് സ്റ്റേജ് എന്നാണ് നമ്മളെല്ലാം യെസ്, പറയുന്നത്. അപ്പം ദ മോർ നമ്മുടെ വി ജോസഫ് വി ഗെറ്റ് ദ നോളജ് വി മേ അഡോപ്റ്റ് ഇറ്റ്. അപ്പം നോളജ് കൂടുതൽ കിട്ടണമെങ്കിൽ വി ഷുഡ് എക്സ്പ്ലോർ അവർ സെൽഫ്. നമ്മൾ ഇതിനെല്ലാം ഇപ്പം ഞാൻ വായിക്കാൻ തുടങ്ങി ലാസ്റ്റ് ഒരു പ്രോബബ്ലി 1 ഇയർ അല്ലെങ്കിൽ മിനിമം 6 months ഞാൻ ബാക്കിലോട്ടാണ് വായിക്കുന്നത്. ഇപ്പം ഞാൻ വാട്ട് ഈസ് ബ്രെയിൻ എന്നല്ലേ ഞാൻ വായിക്കാൻ തുടങ്ങിയെന്ന് സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. വാട്ട് ഈസ് ബ്രെയിൻ എന്ന് ഒരു PG കഴിഞ്ഞവൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയൊക്കെ ക്ലാസ് എടുക്കുന്നവൻ വാട്ട് ഈസ് ബ്രെയിൻ എന്ന് നീ പോയി പഠിക്കാൻ പോകണമെങ്കിൽ വട്ടനാടോ എന്ന് എൻ്റെ കൂട്ടുകാരനൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വട്ട് തന്നെയാണ്. ബട്ട് ആഫ്റ്റർ റീഡിങ് ഓൺലി ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് പല കാര്യങ്ങൾ ഇപ്പം ബ്രെയിനിനെ വെയിറ്റ് കുഞ്ഞിനെ ഇരിക്കുന്ന വെയിറ്റിനെ 1/3 ആകുന്ന വളർന്നവൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ദ മോർ വി സ്റ്റാർട്ട് ലോഡ് ഇൻ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസസ് എന്നല്ലേ അർത്ഥം. അതുപോലെ മനോജ് സാറ് പറഞ്ഞില്ലേ സാറേ, അതിപ്പം ഈ പ്രായമുള്ളവർക്കൊന്നും ചെയ്യുന്നില്ല സാറേ. എന്താ പറഞ്ഞാല് ഈ നഴ്സറിയിൽ കുട്ടികളെ കൊണ്ടുവിടുന്നില്ല. അതുപോലെ ഈ പാവപ്പെട്ടവരെ മാത്രം നോക്കിയിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് സ്നേഹതീരത്തൊന്നും വിടണ്ട. അതിന് പകരം വീടുകളിൽ ഇപ്പം അച്ഛനും അമ്മയും പ്രായമുള്ളവരുണ്ടാവില്ല, അവര് പൈസ കൊടുത്തിട്ടാണെങ്കിലും അവര് നല്ല രീതിയിലുള്ള സ്ഥാപനങ്ങൾ സർക്കാരാണെങ്കിലും കൊണ്ടുവിട്ടിട്ട് അവിടെ എല്ലാവരും ഒത്തുകൂടുമ്പോണ്ടല്ലോ സാർ, അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ. ഈ വീടുകളിൽ ഡംപ് ചെയ്യുമ്പോഴാണ് ഇവര് ഒന്നും അല്ലാതായി പോയിട്ട് പെട്ടെന്ന് വയസ്സായി പോകുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഇനി ആരാണ് ഷെയർ ചെയ്യാനുള്ള? ജോഷ് സാർ എന്തെങ്കിലും പറയുന്നോ? കുഞ്ഞോയ് മാസ്റ്റർ, കണക്ഷൻ സാർ, എനിബഡി എൽസ്? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ സാറിനൊരു നന്ദി മാത്രം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. നമ്മള് ഞാനൊക്കെ ഈ തലച്ചോറ് വഷളാക്കി വെച്ചിരിക്കുക. അപ്പൊ ഈ ക്ലാസ് അതിനെ തിരികെ പിടിക്കാനായിട്ടുള്ള ഒരു പ്രചോദനമായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സർ. സാറേ, ഗുഡ് ഈവനിങ്. യെസ് പറയൂ സർ. ഞാൻ ഇതിനിടയിൽ പള്ളിയിൽ പ്രേയറിന്റെ സമയമായപ്പോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെയാണ് ഞാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി. പിന്നെ പക്ഷെ തുടക്കത്തിൽ നമ്മൾ നല്ല രുചിയുള്ളൊരു ചമ്മന്തി വായിൽ തോണ്ടി തന്നാലുള്ള ടേസ്റ്റ് പോലെ വലിയ സങ്കടമായി പോയി. കുറച്ച് കാര്യം മിസ്സായി. എന്നാലും വലിയ വലിയ കാര്യങ്ങള് കുഞ്ഞു കുഞ്ഞു ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞ് അത് ഏറ്റവും ലളിതമായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഫോർ തോട്ട് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇതുപോലുള്ള ചിന്തകള് മനുഷ്യ മനസ്സിന് സംസ്കരണത്തിന് വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു ഉത്സാഹത്തോട് കൂടിയിട്ട് സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ട് അന്ന് കണ്ട സാബു സാറിന്റെ മുകളിൽ നിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇതിന്റെ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു ഗ്രോത്ത് ഭയങ്കരമാണ് സംഭവം. ഞാൻ കുറെ ഇത് കയറിയിട്ട്
അതിനിടയിൽ LLB പഠിക്കാൻ വേണ്ടി പോയോട് കൂടിയിട്ട് വഴി ഇതൊക്കെ തെറ്റിപ്പോയി നഷ്ടമായി. വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതി. വഴി തെറ്റിപ്പോയി. അപ്പോ എന്തായാലും ഇളങ്കോ സാറ് ഒരു ആണ് ലാളിത്യം, അത് പറയും വലിയ വിനയം, അത് ഇത് വലിയ വലിയ കാര്യങ്ങളാണെങ്കിലും അത് ലളിതമായി പറയാൻ കഴിയുക എന്ന് പറയുന്നതാണ് വലിയ സംഭവം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു അൺടോൾഡ് മെസ്സേജ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. എനിവേ വളരെ ഉപകാരപ്പെടുന്ന ഒരു തരത്തിലുള്ള മെസ്സേജസ് തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിന് നന്നാവണമെങ്കിൽ വലിയൊരു തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് കുറെ വേസ്റ്റ് കൊണ്ടിട്ടാൽ അവിടെ വേണ്ടാത്ത പ്രാണികൾ വന്നിട്ട് കയറും. അതേസമയം നമ്മൾ അതിൽ നല്ല വിത്തുകൾ ഇട്ട് മുളപ്പിക്കുകയാണെങ്കിലോ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് ഫ്ലറിഷ് ചെയ്യുന്ന പോലെ ഇതുപോലുള്ള വലിയ മനസ്സുള്ള ദൈവാനുഗ്രഹത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ആയുസ്സും ആരോഗ്യവും ഇതേപോലെ കുറെ അറിവുകൾ കിട്ടുന്ന അറിവുകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാനും മറ്റുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടാനൊക്കെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു ഹംസ സാർ. Very kind. ഓക്കെ, ദെൻ കുഞ്ഞായി മാസ്റ്റർ ഉണ്ടോ? ജോർജ് സാർ, സ്നേഹദ മാം. ബ്രെയിൻ ആയതുകൊണ്ട് എല്ലാവരെയും ഒന്ന് ടച്ച് ചെയ്ത് പോകാം അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു ഇളങ്കോ സാർ, വളരെ സന്തോഷം. പകല് ഞാൻ വിളിക്കുമ്പോഴൊക്കെ തിരക്കായിരുന്നു, പക്ഷെ സാർ അത് വളരെ മനോഹരമായിട്ട് അത് കൈകാര്യം ചെയ്തു. അപ്പോൾ സാർ ഞാൻ തന്നെ ഒരു ടൈറ്റിലൊക്കെ ഉണ്ടാക്കി, എങ്ങനെ പോയാലും എവിടെ തൊട്ടാലും അല്ലേ, എപ്പോഴും ഈ പൂച്ച 4 കാലയിൽ വീഴുത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യമായിട്ട് ലാൻഡ് ചെയ്യുമെന്നറിയാം. അതാണ് ഞാൻ എൻ്റെതായ രീതിയിൽ അതങ്ങ് ചെയ്തു എന്ന് മാത്രം. അല്ല, എൻ്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ സാർ, നമ്മൾ ഇന്നലെ വരെ പഠിക്കാത്ത അല്ലെങ്കിൽ ഇന്നലെ വരെ ടച്ച് ചെയ്യാത്ത ഒരു ഏരിയയിലോട്ട് ഇന്ന് ടച്ച് ചെയ്യണം. അത് മാത്രമാണ് ഞാൻ പരമാവധി ചിന്തിക്കുന്നത് സാർ. എപ്പോഴും ഇറ്റ് ഷുഡ് ബി ഫ്രഷ്. മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഫസ്റ്റ് വേർഡ് അതാണ് സാർ. യു ഷുഡ് ഹാവ് ബിഗിനേഴ്സ് മൈൻഡ് ആൻഡ് യു ഷുഡ് ഓൾവേസ് ബി ഫ്രഷ് ടു ലേൺ. അതാണ് ഞാൻ പ്രാക്ടിക്കലി അഡോപ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു ആൻഡ് സി യു. നാളെ നമുക്ക് തിരുക്കുറളിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പോവാം. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. സാർ, താങ്ക് യു. ബൈ.